Before going into this content further, if you're new to this channel, please like, share and subscribe. Hello friends, welcome to this new module. നമ്മൾ ഇപ്പോൾ ഡീൽ ചെയ്യാൻ പോകുന്നത് 5th module ആണ്. Now 5th module basically നമ്മൾ രണ്ട് ഓർഗനൈസേഷൻസിനെ കുറിച്ചാണ് മെയിനായിട്ട് പഠിക്കുന്നത്. ഒന്ന് RBI ആൻഡ് രണ്ടാമത്തത് SEBI എന്ന് പറഞ്ഞ രണ്ട് ഓർഗനൈസേഷൻസിനെ കുറിച്ച് ഇൻ ഡെപ്ത് ആയിട്ട് പഠിക്കുകയാണ്. Now as you know, ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു എലമെൻറ്റ് നമ്മൾ നേരത്തെ സംസാരിച്ച കാറ്റഗറീസ് ഓഫ് ഈ പറഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ സിസ്റ്റം നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി എലിമെന്റ്സ് ദാറ്റ് ആക്ച്വലി മാനേജസ് ദി എൻറ്റയർ പ്രോസസ് അല്ലെങ്കിൽ ആക്ട്സ് ആസ് എ വാച്ച് ഡോഗ് ആർ ദി റെഗുലേറ്ററി ബോഡീസ് അല്ലെങ്കിൽ റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതിനകത്ത് മെയിൻ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഒന്ന് RBI, രണ്ടാമത്തത് SEBI. ഓക്കെ, സോ നമുക്ക് രണ്ട് ഓർഗനൈസേഷൻസ് പഠിക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് RBIനെ കുറിച്ചാണ് ഇൻ ഡെപ്ത് ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, നൗ the reason I'm doing this model of a video is so that ടെക്സ്റ്റ് ഇല്ലാത്ത സ്റ്റുഡൻസിനാണെങ്കിലും അവർക്ക് ടെക്സ്റ്റിലുള്ള കണ്ടന്റ് കിട്ടാനും പിന്നെ ഇതിൻ്റെ ഒപ്പം ടെക്സ്റ്റിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വിച്ച് യു ഷുഡ് പ്രോപ്പർലി മാർക്ക് ഇൻ. ഇഫ് യു ഹാവ് എ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്താലും മതി വീഡിയോ പോസ് ചെയ്തിട്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ സൈഡിൽ നോട്ട്സ് ആയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ സ്ക്രിബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ ഫോർ യുവർ ഫർദർ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിൻ പോയിന്റ്സ് എന്ന പോലെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ when you talk about regulatory systems അല്ലെങ്കിൽ regulatory organisms in our financial system, നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ഗവൺമെന്റ് ഏജൻസീസ് നോക്കുകയാണെങ്കിൽ the main organization is the Ministry of Finance. ഈ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് എല്ലാതും കൺട്രോൾ ചെയ്യുന്നത്. ബട്ട് ഈ അതിൻ്റെ ഒപ്പം തന്നെ പക്ഷെ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് അത്രയും എന്താ പറയുക മുമ്പോട്ട് എല്ലാവരും കേൾക്കുന്നൊരു ഓർഗനൈസേഷൻ അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ the organizations that actually function under them, okay, RBIയും SEBIയും പോലത്തെ ഓർഗനൈസേഷൻസ് ഹാവ് ആക്ച്വലി ഓവർഷാഡോഡ് ദി മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്. ഓക്കെ, പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദി എൻറ്റയർ ഫിനാൻഷ്യൽ സിസ്റ്റം ഇസ് ഓവർസീൻ ബൈ ദി മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്. അത് റെഗുലേറ്റ് ചെയ്യുന്നതും സൂപ്പർവൈസ് ചെയ്യുന്നതും രണ്ട് ഗവൺമെന്റ് ഏജൻസീസ് ആണ് മിനിസ്ട്രി ഓഫ് ഫൈനാൻസിന്റെ അടിയിൽ. അത് ഒരെണ്ണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമുക്കറിയാം RBI, and second one is Securities Exchange Board of India, SEBI. Now RBI deals with bank and non-bank related ആയിട്ടുള്ള എൻറ്റിറ്റീസിനെ ഡീൽ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ബാങ്കാണ് ഡീൽ ചെയ്യുന്നത്. പക്ഷേ ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഹാസ് എൻറ്റേർഡ് ഇൻ അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ഇൻഫ്ലുവൻസ് നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൾസോ. ബേസിക്കലി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരുവിധം എല്ലാത്തിലും നല്ല ഇൻഫ്ലുവൻസ് ഉള്ളൊരു ഓർഗനൈസേഷനാണ് RBI. Now രണ്ടാമത് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, പ്രൈമർലി യുവർ സ്റ്റോക്ക് മാർക്കറ്റ്. ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റും കമ്പനീസ് ദാറ്റ് ആക്ച്വലി വോണ്ട് ടു പ്ലേ ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്, അതിനകത്ത് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ആണ് നമ്മുടെ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. നൗ ദീസ് ആർ നോട്ട് ദി ഓൺലി എൻറ്റിറ്റീസ് അവൈലബിൾ. വേറെ ഇഷ്ടംപോലെ ഓർഗനൈസേഷൻസ് ഉണ്ട്. ബട്ട് നമ്മുടെ ഫിനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റാൻഡ് പോയിന്റിൽ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള രണ്ട് ഓർഗനൈസേഷൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് SEBI ആർ ദി പ്രൈം ടു. Okay, now let's look at RBI. RBIയുടെ ഒരു ഹിസ്റ്ററി നമുക്ക് നോക്കാം. Now ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ മാർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ it's our central bank. It was established in 1935. പക്ഷേ I think better than this, I've done a small note wherein history നിങ്ങൾക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാവുന്ന രീതിയിൽ ഞാൻ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. Now if those of you who have your text, you want to mark it, you mark it in this. ഈ പറഞ്ഞിട്ടുള്ള വീഡിയോ പോസ് ചെയ്തിട്ട് മാർക്ക് ചെയ്യുക. അല്ലാത്ത ആൾക്കാർ you can go to the next page. നെക്സ്റ്റ് പേജിൽ ഞാൻ ഇതെല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. Now before 1921 you had something known as different presidency banks ഉണ്ടായിരുന്നു, Madras, Bengal, Bombay. Now 1921 അതിന് എല്ലാത്തിനെ അമാൽഗമേറ്റ് ചെയ്തു. The whole thing got jumbled up together and merged together, and അതിന് വിളിക്കുന്നൊരു അതിന് ഒരു ഒറ്റ പേരിൽ വിളിക്കപ്പെട്ടു ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. Okay, now Imperial Bank of India was kind of like your precursor അല്ലെങ്കിൽ prequel to your RBI. ഓക്കെ, RBIക്ക് മുമ്പുണ്ടായിരുന്ന ഒരു പ്രീക്വൽ പോലെയായിരുന്നു ഈ പറഞ്ഞിട്ടുള്ള ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ, വിച്ച് വാസ് ക്രിയേറ്റഡ് ബൈ അമാൽഗമേറ്റിംഗ് മദ്രാസ്, ബംഗാൾ ആൻഡ് ബോംബെ പ്രസിഡൻസി ബാങ്ക്സ്. അത് 1921 ചെയ്തത്. Now 27 there was a commission, Hilton Young Commission എന്ന് പറഞ്ഞ ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു, and they recommended that a central bank be formed. ഓക്കെ, അത് റെക്കമെൻഡ് ചെയ്തത് 1927 അത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു, പക്ഷെ അത് തള്ളിപ്പോയി. ഓക്കെ, നൗ ഇതിന്റെ ഡിഫിക്കൽട്ടീസ് ആ പറഞ്ഞിട്ടുള്ള സെൻട്രൽ ബാങ്ക് പെർഫോം ചെയ്യുന്ന ഫംഗ്ഷൻസിൽ കുറച്ച് ഫംഗ്ഷൻസ് ഈ പറഞ്ഞിട്ടുള്ള ഇംപീരിയൽ ബാങ്ക് പെർഫോം ചെയ്യേണ്ടായിരുന്നു. പക്ഷെ എല്ലാ ഫംഗ്ഷൻസും അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബാക്കിയൊക്കെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരുന്നത്.
അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഈ ഹിൽട്ടൺ യങ്ങിൻ്റെ കമ്മീഷൻ വന്നത്. ആൻഡ് ഇനീഷ്യലി വന്ന അവരുടെ റെക്കമെൻഡേഷൻസും കാര്യങ്ങളൊക്കെ തള്ളിപ്പോയി. ഓക്കെ, പിന്നീട് വീണ്ടും സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റി 1931 ഒരു റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ടു സ്റ്റാർട്ട് എ സെൻട്രൽ ബാങ്ക്. ഇവർ തന്നെ പറഞ്ഞ അതേപോലെ തന്നെയാണ് ഇവരും പറഞ്ഞത്, പക്ഷേ ഇറ്റ്സ് എ സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് വേ. ആൻഡ് ഇറ്റ് ഹാഡ് എ ലിറ്റിൽ മോർ അർജൻസി ഇൻ തിങ്സ്. കാരണം കാര്യങ്ങളുടെ നീക്കുപോക്കിന് ഒരു ബുദ്ധിമുട്ട് വരുന്ന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ 1933 ഈ ബില്ല് 1931 ഇവരുടെ റെക്കമെൻഡേഷൻ വന്നു. 1933 ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഈ പറഞ്ഞിട്ടുള്ള ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 34 RBI ആക്ട് പാസ്സായി. അതുകൊണ്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 എന്ന് പറയുന്നത്. ആൻഡ് 35 ഈ പറഞ്ഞിട്ടുള്ള RBI ഓപ്പറേഷണലായി. ഓക്കെ, ദിസ് ഇസ് ദി എൻറ്റയർ ഹിസ്റ്ററി. നമുക്ക് അത് തന്നെയാണ് ഇവിടെ. only problem is that ഇവിടെ ഈ പറഞ്ഞ സാധനത്തിനകത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മസാലയായിട്ട് കിടക്കുന്നത്. സോ ഐ ഹവ് സോർട്ടഡ് ഔട്ട് ദി എൻറ്റയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്താ സംഭവിച്ചത്. 1921 അമാൽഗമേഷൻ ടു ക്രിയേറ്റ് ഇന്ത്യൻ ഇമ്പീരിയൽ ബാങ്ക്, 27 ഹിൽട്ടൺ യങ് കമ്മീഷൻ, അത് തള്ളിപ്പോയി. 1931 സെൻട്രൽ ബാങ്ക് എൻക്വയറി കമ്മിറ്റി ഉണ്ടായിരുന്നു. 33 ആ ബില്ല് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 34 പാസ്സായി RBI ആക്ട്. ദെൻ 1935 ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, മൂവിങ് ഫർദർ, നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള മാർക്ക് ചെയ്തിട്ടുള്ള ഏരിയാസ് നിങ്ങൾ സൗകര്യം പോലെ ഒന്ന് വായിച്ചുള്ളൂ. ബട്ട് അതിൻ്റെ ക്രക്സ് ഞാൻ പറയുകയാണെങ്കിൽ ബേസിക് ആയിട്ട് ഈ പറഞ്ഞിട്ടുള്ള RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആക്ട്, അതിന് മെയിൻ അല്ലെങ്കിൽ പ്രൈമായിട്ടൊരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മെയിൻ ജോബ് ഓഫ് RBI ഈസ് ടു റെഗുലേറ്റ് ഇഷ്യൂ ഓഫ് ബാങ്ക് നോട്ട്സ്. ഓക്കെ, ബാങ്ക് നോട്ട്സിൻ്റെ ഇഷ്യൂവും പിന്നെ ആവശ്യത്തിനുള്ള റിസർവ് മെയിൻറ്റെയിൻ ചെയ്യലായിരുന്നു ഏറ്റവും വലിയ പണി. എന്തിനു വേണ്ടിയിട്ട്? ടു എൻഷുർ സ്റ്റെബിലിറ്റി ഫോർ ദ നേഷൻ്റെ ഫിനാൻസിനെയും ഫിനാൻഷ്യൽ മൂവ്മെൻറ്റിൻ്റെയും മണി മൂവ്മെൻറ്റും മണി സർക്കുലേഷനും ക്രെഡിറ്റ് സിസ്റ്റം ഇതിനൊക്കെ ഒരു സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസർവ് ബാങ്ക് വേണം എന്ന തിരിച്ചറിവിലാണ് ഈ പറഞ്ഞിട്ടുള്ള എൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. നൗ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്സ് എന്താ പറയുക, അതിന് എന്തിലൊക്കെയാണ് അതിൽ ഇടപെടുന്നതെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ it gets itself involved in everything. RBI ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇന്നത് ചെയ്യാം ഇന്നത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, എന്താ പറയുക, വൺ സച്ച് ഇൻവോൾവ്മെന്റ്, ഇറ്റ്സ് റെഗുലേറ്ററി ഇൻവോൾവ്മെന്റ് ഇൻ ദി ക്യാപിറ്റൽ മാർക്കറ്റ്സ്. നമുക്കറിയാം ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഈവൻ ദോ ഭയങ്കരമായിട്ടൊരു ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് നമ്മൾ നമുക്ക് ഈ ക്യാപിറ്റൽ മാർക്കറ്റിന് നമുക്കറിയാം നമ്മുടെ സെബി പോലത്തെ ഓർഗനൈസേഷൻസ് ഉണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റിന്റെ തന്നെ സെക്കൻഡറി മാർക്കറ്റിലാണ് മെയിനായിട്ട്, പക്ഷേ വേറെ ഓർഗനൈസേഷൻസ് ഉണ്ട്. എന്നിരുന്നാൽ പോലും ക്യാപിറ്റൽ മാർക്കറ്റിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡെറ്റ് എലിമെന്റിലാണ്. നമ്മുടെ മണി മാർക്കറ്റിലും ആ ഡെറ്റ് ഓറിയന്റഡ് ഇൻസ്ട്രുമെന്റ്സിലും പ്രൈമറി ഡീലേഴ്സിലും ഫോറിൻ എക്സ്ചേഞ്ചിലും അവർ വഴിയാണ് ക്യാപിറ്റൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, ദ RBI regulates participants in the securities market when a foreign transactions is involved. അടുത്തൊരു എലമെന്റ് ആണ് ഫോറിൻ ട്രാൻസാക്ഷൻസ്. ഫോറിൻ ട്രാൻസാക്ഷൻസ് എപ്പോഴും RBI അറിഞ്ഞിട്ടേ നടക്കുകയുള്ളൂ. ഓക്കെ, RBI is the person who deals അല്ലെങ്കിൽ എല്ലാ ട്രാൻസാക്ഷനും അത് നമ്മൾ ഫോറിൻ എലമെന്റ് വരുന്നുണ്ടെങ്കിൽ ബി ഇറ്റ് ADR, GDR അല്ലെങ്കിൽ FIIs, FDIs, അതിനകത്ത് എല്ലാത്തിലും ഈ പറഞ്ഞിട്ടുള്ള ഫോറിൻ എലമെന്റ് അല്ലെങ്കിൽ ഫോറിൻ പ്രസൻസ് അതിനകത്തുണ്ടെങ്കിൽ RBI അറിഞ്ഞിരിക്കണം. RBI എന്നുള്ള സാങ്ഷൻസ് നിർബന്ധമാണ്. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സിന് ഏറ്റവും സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് പറയുന്നത് അവരുടെ RBIയുടെ പ്രിയാമ്പിൾ ഉണ്ട്. ഓക്കെ, അതിൻ്റെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഈ കോഡ്സിൽ എഴുതിയിട്ടുള്ള സംഭവം നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ, ഓക്കെ ഞാനിപ്പം ഹൈലൈറ്റ് ചെയ്യുന്ന ഈ ഒരു സെക്ഷൻ, അത് നിങ്ങളുടെ അവരുടെ വെബ്സൈറ്റ് തുറന്നു കഴിഞ്ഞാൽ കാണാം. ടു റെഗുലേറ്റ് ദി ഇഷ്യൂ ഓഫ് ബാങ്ക് നോട്ട്സ് and keeping of reserves with the view to securing monetary stability in India and generally to operate the currency and credit system of the country to its advantage. ഇന്ത്യയുടെ നല്ലതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട് നമ്മൾ നോട്ട് ഇഷ്യൂസ്, റിസർവ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, ഈ പറഞ്ഞിട്ടുള്ള കറൻസിയും ക്രെഡിറ്റ് സിസ്റ്റം മാക്സിമൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് RBIയുടെ മെയിൻ ഉദ്ദേശം. നൗ അതിന് വേണ്ടിയിട്ട് RBI has several powers with it through the Reserve Bank of India Act and കുറച്ച് കാര്യങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ബാങ്കിങ്ങിൻ്റെ ആക്ട്സ് ഉണ്ട്. ആ ആക്ട്സ് വഴിയാണ് കിട്ടുന്നത്. ഓക്കെ, നൗ അതിൻ്റെ ഒരു ഓർഗനൈസേഷൻ ജസ്റ്റ് ഒരു ബ്രീഫ്, ഇത് ഒരു എന്താ പറയുക, നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്, എന്നാലും പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഇനീഷ്യലി അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് 5 crore പെയ്ഡ് ക്യാപിറ്റൽ വെച്ചിട്ടാണ്. 5 ലക്ഷം ഷെയർ ആണ്, 100 rupees ഈച്ച്. അതിനകത്ത് 230,00,000 വാസ് അലോട്ടഡ് ടു സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റിന് 2.3 ലക്ഷം ഷെയറുകൾ ഉണ്ടായിരുന്നു 5 ലക്ഷം ഷെയറിൽ. പക്ഷേ
48-ൽ ഈ പറഞ്ഞിട്ടുള്ള റിസർവ് ബാങ്ക് നാഷണലൈസ്ഡ് ആയി. അപ്പോൾ എൻറ്റയർ തിങ് വെന്റ് ടു ദി സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, ദി എൻറ്റയർ തിങ് ഗോട്ട് ട്രാൻസ്ഫർ ടു സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, അത്ര അറിയാനുള്ളൂ ഈ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ സംഗതിക്ക്. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി റോൾസ് ആൻഡ് ഫംഗ്ഷൻസ്. ഇതാണ് നിങ്ങളുടെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഒക്കെ പറയുന്ന സാധനം. ആൻഡ് ഇറ്റ്സ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ഓൾസോ. ഇപ്പോൾ കാരണം കോമേഴ്സ് സ്റ്റുഡൻസ് എന്ന നിലയിൽ യു ഷുഡ് നോ ദീസ് തിങ്സ്. ഓക്കെ, നൗ റോൾസ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് RBI എന്ന് പറയുമ്പോൾ രണ്ട് മേജർ ഫംഗ്ഷൻസ് ആണ്. ഒന്ന് മോണിറ്ററി ഫംഗ്ഷൻസ്, നോൺ മോണിറ്ററി ഫംഗ്ഷൻസ്. അതിനകത്ത് നിങ്ങൾക്ക് തലവേദനയായിട്ട് വരാൻ പോകുന്നത് മോണിറ്ററി ഫംഗ്ഷൻസ് ആണ്. നോൺ മോണിറ്ററി ഫംഗ്ഷൻസ് വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി മോണിറ്ററി ഫംഗ്ഷൻസ്. First monetary function is the note issue. Okay, monopoly of note issue according to section, there are underlined ചെയ്തിട്ടുണ്ട്, section 22 പ്രകാരം, RBI Act പ്രകാരം, the monopoly of issuing currency belongs to RBI. Now ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കറൻസി നോട്ടുകൾ ഇഷ്യൂ, ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ റെഫറൻസിന് വേണ്ടിയിട്ട്. കറൻസി നോട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് RBI ആണ്. 1 rupee നോട്ടും കോയിനും പിന്നെ ബാക്കിയുള്ള കോയിനുകളും മിനിസ്ട്രി ഓഫ് ഫൈനാൻസും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടുഗെദർ ആയിട്ടാണ് ചെയ്യുന്നത്. ക്ലിയർ? സോ ദാറ്റ് ഈസ് അബൌട്ട് നോട്ട് ഇഷ്യൂ. നാം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദ റിസർവ് ബാങ്ക് ഓഫ് ഇത് ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ച് നിങ്ങൾക്കൊന്ന് മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. ദ റിസർവ് ബാങ്ക് മെയിൻറ്റെയിൻസ് 2 ഡിപ്പാർട്ട്മെന്റ്സ്, നെയിംലി ഇഷ്യൂ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ബാങ്കിങ് ഡിപ്പാർട്ട്മെന്റ്. ഇഷ്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ പെർവ്യൂവിൽ വരുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ നോട്ട് ഇഷ്യൂവും കോയിൻ ഇഷ്യൂവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ഇഷ്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ അടിയിൽ വരുന്നത്. ഓക്കെ, as per section 33 of Reserve Bank Act, the issue department is required to maintain reserves in the form of gold coins and bullion, foreign securities, rupee coin, government of India securities such as bill of exchange, pro note, promissory note എന്ന് പറയുന്നത് payable in India are eligible for purchase by bank. ആ പരിപാടികൾ നോട്ട് ഇഷ്യൂവിനോട് സംബന്ധിച്ചുള്ള എല്ലാ സംഗതികളും ഇഷ്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ, നൗ ഈ ഒരു സംഗതി സിസ്റ്റം ഓഫ് നോട്ട് ഇഷ്യൂ, അത് നിങ്ങൾക്ക് ജസ്റ്റ് ദിസ് ഇസ് ഓൾസോ ഫോർ യുവർ അവയർനെസ്. സാധാരണ ഈ സാധനം ചോദിക്കാറില്ല, പക്ഷെ എന്നാലും ജസ്റ്റ് ടു എക്സ്പ്ലെയിൻ, അക്കോർഡിംഗ് ടു ദി ആക്ട് there is a proportional reservation system of note issue. അതായത് 40% entire വോളിയത്തിന്റെ 40% of the notes issued by the RBI is to be covered by gold coin, bullion and foreign securities. ഓക്കെ, ഗോൾഡ് കോയിൻ, ബുള്ളിയൻ, ഫോറിൻ സെക്യൂരിറ്റീസ് ആയിരിക്കണം അതിന്റെ ബാക്കിംഗ്. അതായത് നമ്മളിപ്പോൾ 100 കോടി ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചോ, 40 കോടി ഇഷ്യൂ ചെയ്ത നോട്ടിന് ഈ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ ബാക്കിംഗ് ആയിട്ട് ഉണ്ടാവണം, അസറ്റ് ആയിട്ട് ബാക്കിംഗ് ആയിട്ട് ഉണ്ടാവണം. The balance 60% is backed by rupee coins, Indian government securities and eligible commercial bills. Commercial bills, government securities, പിന്നെ rupee coins ആയിരിക്കണം അതിന്റെ ബാക്കിംഗ്. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വോളിയം ഓഫ് ഗോൾഡ് ആൻഡ് ബുള്ളിയൻ ഹെൽഡ് ബൈ RBI ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 40 crores. 40 crores താഴെ ഈ പറഞ്ഞിട്ടുള്ള അത് ബെയർ മിനിമം ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ബെയർ മിനിമം ക്വാണ്ടിറ്റി. അത് അപ്പോൾ ബെയർ മിനിമം ക്വാണ്ടിറ്റി ഓഫ് ബുള്ളിയൻ ആൻഡ് ഗോൾഡ് കോയിൻസ് ടു ബി ഹെൽഡ് ഇസ് 40 crores. പിന്നെ ഈ സംഭവം, ഈ ഒരു സിസ്റ്റം നമ്മൾ ഒരു അമെൻമെന്റ് വന്നിട്ടുണ്ടായിരുന്നു 1956. ഓക്കെ, ജൂലൈ 1956 RBI അമെൻമെന്റ് ആക്ട്, ഓക്കെ, 1956 വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മിനിമം റിസർവ് സിസ്റ്റം ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, RBIയുടെ ഈ പറഞ്ഞിട്ടുള്ള 40 crores ഉണ്ടല്ലോ, ഈ 40 crores അത് മാറി 115 crores ആയി. ഓക്കെ, ദാറ്റ് വാസ് ദി അമെൻമെന്റ്. 40 crores became 115 crores. ഓക്കെ, പിന്നെ ഉള്ളത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്കിടയ്ക്ക് റിവാലുവേഷനുള്ള ഒരു അമെൻമെന്റ് ആയിട്ടുണ്ട്. കയ്യിലുള്ള ഗോൾഡ് റിസർവ് റിവാലുവേറ്റ് ചെയ്യണം. ആൻഡ് അണ്ടർ ദിസ് സിസ്റ്റം നോ മാക്സിമം ലിമിറ്റ് വാസ് ഫിക്സ്ഡ് to the amount of currency notes that could be issued by the government. Okay, ഗവൺമെന്റിന് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന കറൻസി നോട്ട്സിന് ലിമിറ്റ് ഇല്ലാണ്ടായി, ആ ലിമിറ്റ് എടുത്തു കളഞ്ഞു. ഓക്കെ, നൗ സെക്കൻഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ സെക്കൻഡ് മോണിറ്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബാങ്കർ ടു ഗവൺമെന്റ്. ബാങ്കർ ടു ഗവൺമെന്റ് നമുക്കറിയാം. ഫസ്റ്റ് വൺ ബാങ്കർ ടു ബാങ്ക്സ് ആൻഡ് ബാങ്കർ ടു ഗവൺമെന്റ് ആർ ദി ആൻഡ് നോട്ട് ഇഷ്യൂ ആർ ദി പ്രൈം ഫംഗ്ഷൻസ് എന്നൊക്കെ പറയുന്നത്. നൗ ബാങ്കർ ടു ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ ഏജന്റും ബാങ്കർ ആൻഡ് അഡ്വൈസർ ആയിട്ടാണ് അക്കോർഡിംഗ് ടു സെക്ഷൻ 20, 21 and 21A of the acts. Okay, as a banker
സർക്കാരിൻ്റെ പൈസ കളക്ട് ചെയ്യുക, അവരുടെ ടാക്സ് കളക്ട് ചെയ്യുക, പേയ്മെൻറ്റുകൾ സർക്കാരിന് വേണ്ടിയിട്ട് പേയ്മെൻറ്റ് ചെയ്യുക ത്രൂ ഇറ്റ്സ് ബ്രാഞ്ചസ് ആൻഡ് ബ്രാഞ്ചസ് ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇറ്റ് പ്രൊവൈഡ്സ് എക്സ്ചേഞ്ച് ആൻഡ് റെമിറ്റൻസ് ഫെസിലിറ്റീസ്. ഗവൺമെൻറ്റിൻ്റെ ബിഹാഫിൽ അവർ പൈസ റിമിറ്റ് ചെയ്യാനും എക്സ്ചേഞ്ച് ചെയ്യാനും വേണ്ട കാര്യങ്ങൾ. പബ്ലിക് ഡെറ്റുകൾ മാനേജ് ചെയ്യുക. ഓക്കെ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കറൻസി ചെസ്റ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ വക സാധനങ്ങളൊക്കെയാണ് അവരുടെ പ്രൈം ഫങ്ഷൻസ്. അതുപോലെ ദി act as a banker to the state government and takes the above end. സെൻട്രൽ ഗവൺമെന്റിന് ചെയ്തു കൊടുക്കുന്ന ഒരുവിധം കാര്യങ്ങൾ തന്നെ ഈ സ്റ്റേറ്റ് ഗവൺമെന്റിനും വേണ്ടി RBI ചെയ്യണം. ഇറ്റ് മേക്സ് അറേഞ്ച്മെന്റ് ഫോർ ഫോറിൻ എക്സ്ചേഞ്ച് RBI ടച്ച് ചെയ്യാണ്ട് പോവില്ല. ഓക്കെ, റിഗാർഡ്ലെസ് വാട്ട് കൈൻഡ് ഓഫ് തിങ് ഇസ് ഇറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച് എന്നൊരു എലമെന്റ് വരുന്നുണ്ടെങ്കിൽ RBI അറിഞ്ഞിരിക്കണം. ഓക്കെ, and it provides ways and means loans to the government for periods not exceeding 3 months. 3 മാസത്തേക്ക് വേണ്ടിയിട്ട് താൽക്കാലിക ലോണുകൾ ഈ പറഞ്ഞിട്ടുള്ള RBI പ്രൊവൈഡ് ചെയ്യുന്നു. നൗ ഫിനാൻഷ്യൽ അഡ്വൈസർ എന്ന നിലയിൽ എന്തൊക്കെ ചെയ്യുന്നു നമുക്ക് നോക്കാം. ഒന്ന്, ഈ പറഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാൻസ് ആൻഡ് എക്കണോമിക് പോളിസീസിന് അസിസ്റ്റ് ചെയ്യുന്നു. അത് എങ്ങനെയൊക്കെ? ഒന്ന്, 5 year പ്ലാൻസിന് ഈ പറഞ്ഞിട്ടുള്ള അഡ്വൈസുകൾ കൊടുക്കുക. രണ്ടാമത്തത്, ഇന്റർനാഷണൽ ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ്, ഇപ്പം നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡീൽസ് വിത്ത് അതർ കൺട്രീസ്. അപ്പോൾ വേറെ രാജ്യങ്ങളായിട്ട് അല്ലെങ്കിൽ വേറെ എക്കോണമീസ് ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ അതിന്റെ എക്സ്പെർട്ടീസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ RBIയിലുള്ള ആൾക്കാർ, ദീസ് ഗൈസ് ആർ എക്സ്പേർട്സ് ഇൻ എക്കണോമിക്സ്, ഇന്റർനാഷണൽ എക്കണോമിക്സ്, ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ്, അങ്ങനത്തെ ഇതിനകത്ത്. അപ്പം ഗവൺമെന്റ് എന്തായാലും ഇവരുടെ ഫീഡ്ബാക്ക് എടുത്തിരിക്കും ബിഫോർ ഡീലിംഗ് വിത്ത് തിങ്സ്. പിന്നെ ആക്ട് ആസ് എ ഫിനാൻഷ്യൽ ഏജന്റ്. ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ ഏജന്റ് എന്ന നിലയിൽ സെൽസ് ട്രഷറി ബിൽസ് ഓൺ ബിഹാഫ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ്, acts as an agent of the central and state government, manages the public debt of central and state government. Okay, so ഇത്രയാണ് when it comes to banker to bank 3 കാര്യങ്ങളാണ് നിങ്ങൾക്കുള്ളത്. ഒന്ന്, ആസ് എ ബാങ്കർ. ഓക്കെ, ബാങ്കർ എന്ന നിലയിൽ എങ്ങനെയാണ്, അഡ്വൈസർ എന്ന നിലയിൽ എങ്ങനെയാണ്, ഫിനാൻഷ്യൽ ഏജന്റ് എന്ന നിലയിൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ റിലേറ്റീവ്ലി സിമ്പിൾ ആണ്, സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. പ്രത്യേകിച്ച് അങ്ങനെ എക്സ്ട്രാ എക്സ്പ്ലനേഷന്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ബാങ്കർ ടു ബാങ്ക് ആൻഡ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. ബാങ്കറിന്റെ, അതായത് ബാങ്കുകളുടെ ബാങ്കാണ് RBI. ആൻഡ് നമ്മൾ പറയില്ല, വെൻ ഓൾ ഹോപ്സ് ആർ ലോസ്റ്റ്, ബാങ്കുകൾക്ക് അവസാനം കയറി ചെന്ന് കടം ചോദിക്കാൻ പറ്റുന്ന സ്ഥാപനമാണ് RBI. ഓക്കെ, നൗ ഹൗ, എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഇറ്റ് ആക്ട്സ് ആസ് എ ബാങ്കർ ടു ബാങ്ക് ഇൻ ദി ഫോളോയിങ് വേസ്. എങ്ങനെയൊക്കെ? ആ റൈറ്റ് ടു കൺട്രോൾ ഇഷ്യൂ സൂപ്പർവൈസ്, ഈ RBIക്ക് ആ പറഞ്ഞിട്ടുള്ള RBI ആക്ടിൽ നിന്ന് ആ പവേഴ്സ് ഓൾറെഡി ഉണ്ട്. ഈ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന വഴി, അല്ലെങ്കിൽ പെർമിഷൻ കൊടുക്കുന്ന വഴി, അല്ലെങ്കിൽ ഡയറക്റ്റീവ്സ് കൊടുക്കുന്ന വഴി ഈ പറഞ്ഞിട്ടുള്ള RBI ഹാസ് ദി റൈറ്റ് ടു കൺട്രോൾ ആൻഡ് സൂപ്പർവൈസ് ഓൾ ദി ബാങ്ക്സ്. ഓക്കെ, ഏതൊക്കെ രീതിയിലാണ് ഈ പറഞ്ഞിട്ടുള്ള ബാങ്കർ ടു ബാങ്ക് എന്ന് ആക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഒരു മിനിമം റിസർവ്, ക്യാഷ് റിസർവ് ഈ പറഞ്ഞിട്ടുള്ള ഷെഡ്യൂൾ ബാങ്ക്സ് മെയിൻറ്റെയിൻ ചെയ്യണം വിത്ത് RBI. ഇറ്റ് ഹോൾഡ്സ് എ പാർട്ട് ഓഫ് ക്യാഷ് ബാലൻസ് ഓഫ് ദി കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ ഒരു ക്യാഷ് ബാലൻസ് ഈ പറഞ്ഞിട്ടുള്ള RBI ഹോൾഡ് ചെയ്യുന്നത്. പിന്നെ ഇറ്റ് ആക്ട്സ് ആസ് എ ക്ലിയറിംഗ് ഹൗസ്. കാരണം RBIയുടെ കയ്യിൽ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ബാങ്കുകളുടെയും കുറേ പൈസ ഉണ്ട്. നൗ ഇൻ കേസ് ഇവർ തമ്മിൽ ട്രാൻസാക്ഷൻ നടക്കുന്നു വെച്ചോ, ഇപ്പം സേ ഫോർ എക്സാമ്പിൾ SBIയും HDFCയും തമ്മിൽ ട്രാൻസാക്ഷൻ നടക്കുന്നു വെച്ചോ, അവർ തമ്മിൽ സെറ്റിൽ ചെയ്യുന്നതിന് പകരം RBIനെ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ RBIയുടെ കയ്യിലുള്ള ബാലൻസ്, RBIയുടെ കയ്യിൽ SBIയുടെ കുറച്ച് ബാലൻസ് ഉണ്ട്, ഈ പറഞ്ഞിട്ടുള്ള HDFCയുടെ കുറച്ച് ബാലൻസ് ഉണ്ട്. ആർക്ക് കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കഴിഞ്ഞാൽ സംഭവം ക്ലിയർ ആണ്. ക്ലിയർ? സോ ദാറ്റ് ഈസ് വൺ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. ദെൻ it acts as a clearing house, settle mutual indebtedness without physical transfer of cash. നേരത്തെ പറഞ്ഞ സംഭവം തന്നെ. Scheduled banks are required to submit a number of returns every Friday. എല്ലാ വെള്ളിയാഴ്ചയും. അതുകൊണ്ടാണ് വളരെ സ്ട്രിക്റ്റ് കൺട്രോൾ ആണ് RBI ബാങ്കുകളുടെ പുറത്ത് ചെലുത്തുന്നത്. അതിന്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ്, കുറെ നാളും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഇക്കോണമി പ്രോബ്ലംസ് വരാണെങ്കിൽ തന്നെ നമ്മുടെ ബാങ്കിങ് സിസ്റ്റം ഒരുവിധം സ്റ്റേബിൾ ആയിട്ട് തന്നെയാണ് നിന്നിരുന്നത്. റിഗാർഡ്ലെസ് ഓഫ് ദി ഇന്റർനാഷണൽ ഗ്ലോബൽ റിസഷൻ വന്നു, ഈ പറഞ്ഞിട്ടുള്ള സബ് പ്രൈം മോർട്ട്ഗേജ് തൊട്ട് അങ്ങോട്ട് മാലപ്പടക്കം പൊട്ടണ പോലെ ഓരോ ഷോക്സ്, ഗ്രീസ് ഇഷ്യൂ വന്നു, അപ്പോൾ യൂറോപ്യൻ ക്രൈസിസ്, ബ്രെക്സിറ്റ്, ഈ വക സാധനങ്ങൾ, ഷോക്സ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെ വന്നാലും നമ്മുടെ ബാങ്കിങ് സിസ്റ്റം ഒരുവിധം സ്റ്റേബിൾ ആയിട്ടുള്ള തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അതിന്റെ വൺ ഓഫ് ദ പ്രൈം റീസൺ എന്ന് പറയുന്നത്, നമ്മുടെ ഇക്കോണമി കൊളാപ്സ് ചെയ്യാത്തതിന്റെ ഒരു പ്രൈം റീസൺ എന്ന് പറയുന്നത് RBI റെഗുലേറ്റ് ചെയ്യുന്നത്. ഭയങ്കര ടൈറ്റ് ഗ്രിപ്പാണ് RBIക്ക് ഈ പറഞ്ഞിട്ടുള്ള ബാങ്കുകളുടെ പുറത്തുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്
It provides financial assistance to scheduled banks by discounting their eligible bills through loans and advances. ബാങ്കുകൾക്ക് പൈസ ആവശ്യമുള്ളപ്പോൾ അവരുടെ കയ്യിലുള്ള ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ബില്ലുകൾ വഴി അവർ അമൗണ്ടുകൾ കൊടുക്കുന്നു. ആൻഡ് ഇറ്റ് ആക്ട്സ് ആസ് എ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. ഓക്കെ, financial assistance is only allowed when banks approach Reserve Bank as a last resort. അത് ആ പറഞ്ഞിട്ടുള്ള 6 പോയിന്റിനോട് ചേർന്ന് വായിക്കേണ്ട ഒരു സാധനമാണ്. ഓക്കെ, then Reserve Bank is empowered to purchase, sell or discount bills of exchange and promissory notes drawn and payable in India. റിസർവ് ബാങ്കിന് അതിനുള്ള അതോറിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്കുകൾ പലപ്പോഴും അവരെ ആണ് അപ്രോച്ച് ചെയ്യുന്നത്. ഷെഡ്യൂൾഡ് ബാങ്ക്സ് ക്യാൻ ബോറോ മണി ഓൺ ദ ബേസിസ് ഓഫ് എലിജിബിൾ സെക്യൂരിറ്റീസ് ഓർ ഫിനാൻഷ്യൽ അക്കോമഡേഷൻ ആൻഡ് ടൈംസ് ഓഫ് നീഡ്. ഈ പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷൻസിന് ഇതിനു വേണ്ടിയിട്ട് RBI അപ്രോച്ച് ചെയ്യാം. ദെൻ ഫോർത്ത് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ട്സ് ആസ് എ ക്ലിയറിംഗ് ഹൗസ്. ഓക്കെ, ക്ലിയറിംഗ് ഹൗസ് എന്ന നിലയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് വീവ് ഡിസ്കസ് ദിസ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള തേർഡ് പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പറഞ്ഞിട്ടുള്ള ബാങ്കുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുണ്ടാവും, സെറ്റിൽ ചെയ്യാനുണ്ടാവും. RBIയുടെ കയ്യിൽ ഇവരുടെ രണ്ടുപേരുടെയും പൈസ ഉണ്ട്. സോ RBI തന്നെ RBIയുടെ കയ്യിലുള്ള ബാലൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റിൽ ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ വേറെ ഇന്റർഫിയറൻസസോ മീറ്റിങ്ങോ ക്യാഷ് ട്രാൻസ്ഫേഴ്സോ ഫിസിക്കലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ട യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല. പിന്നെ കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്. നൗ കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ്. നോട്ട് ഇഷ്യൂവും ബാങ്കർ ടു ബാങ്ക്, ബാങ്കർ ടു ഗവൺമെന്റ് എന്നല്ല, അതേ ലെവലിൽ തന്നെ കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്. ഇക്കോണമിയിൽ എത്ര പൈസ ഇറങ്ങണം, എത്ര പൈസ ഇറങ്ങാൻ പാടില്ല എന്നുള്ള ഒരു കൺട്രോളിങ് എബിലിറ്റി അവർക്ക് 100% കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഇറ്റ്സ് എ ഫാക്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും വലിയൊരു പെർസെൻറ്റേജ് ആയിട്ട് അവർക്ക് ഈ പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ളൊരു ക്യാഷ് ഫ്ലോ, ഓക്കെ, അല്ലെങ്കിൽ ഫണ്ട് ഫ്ലോ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദേ വിൽ ബി ഏബിൾ ടു മാനേജ് ഇറ്റ് ടു എ വെരി ബിഗ് ഡിഗ്രി. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ദേ ഹാവ് സർട്ടൻ വെപ്പൺസ്. ഓക്കെ, അവരുടെ കയ്യിൽ കുറച്ച് ആയുധങ്ങളുണ്ട്. രണ്ട് രീതിയിൽ അവർക്ക് ആയുധങ്ങൾ യൂസ് ചെയ്യാം. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് വെപ്പൺസും ഒന്ന് ക്വാളിറ്റേറ്റീവ് വെപ്പൺസ് ഓഫ് കൺട്രോൾ. ഓക്കെ, ക്രെഡിറ്റ് കൺട്രോളിന്റെ അത് ബിഫോർ വി ഗെറ്റ് ഇൻ ദാറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നത്? രണ്ട് മെയിൻ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഒന്ന് ചെക്കിംഗ് ഇൻഫ്ലേഷൻ ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് എക്കണോമിക് ഡെവലപ്മെന്റ്. ഇൻഫ്ലേഷൻ നിങ്ങൾക്ക് അറിയാം, പ്രൈസ് റൈസ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്രൈസ് റൈസ്, ഒരു സാധനത്തിന്റെ പ്രൈസ് റൈസ്. ആ പ്രൈസ് റൈസിന് ഒന്നെങ്കിൽ ആ കമ്മോഡിറ്റിയുടെ പ്രൈസ് ജെന്യൂൻ ആയിട്ട് കൂടുകയാണ്, അല്ലെങ്കിൽ വേറൊരു ആംഗിളിൽ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസ ഉണ്ട്, പൈസയ്ക്ക് പർച്ചേസിംഗ് പവർ കുറയുക എന്നുള്ളൊരു സംഗതിയും കൂടി ഉണ്ട്. മുമ്പ് 10 രൂപ കൊടുത്തിട്ട് കുറച്ച് സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 10 രൂപ കൊടുത്താൽ അഞ്ച് സാധനങ്ങൾ കിട്ടും എന്ന് വെച്ചോ. ഇപ്പൊ 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 2 സാധനം കിട്ടുന്നുള്ളൂ. സോ വാട്ട് ഹാപ്പൻ ടു 10 റുപ്പി അതിന്റെ വാല്യൂ, പർച്ചേസിംഗ് കപ്പാസിറ്റി കുറഞ്ഞിരിക്കുകയാണ്. സോ ദാറ്റ് ഈസ് അനദർ വേ ടു ലുക്ക് അറ്റ് ഇറ്റ്. ക്ലിയർ? അപ്പൊ ഈ ഇൻഫ്ലേഷൻ ആണെങ്കിലും ബുദ്ധിമുട്ടാണ് ഇക്കോണമിക്ക്. കുറച്ച് ഇൻഫ്ലേഷൻ, സ്മോൾ പെർസെൻറ്റേജ് ഓഫ് ഇൻഫ്ലേഷൻ ഇസ് ആക്ച്വലി ഗുഡ് ഫോർ ദി ഇക്കോണമി, ഹെൽത്തി ഫോർ ദി ഇക്കോണമി. വെൻ ഇറ്റ് ഗോസ് ഔട്ട് ഓഫ് കൺട്രോൾ അപ്പോൾ പണി കിട്ടും. ഓക്കെ, അപ്പോൾ രണ്ട് എലമെന്റ് ആണ്, ഈ ഇൻഫ്ലേഷൻ കർബ് ചെയ്യാനും പിന്നെ ഇക്കോണമിക് ഡെവലപ്മെന്റും. അതിന് വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ മാർക്കറ്റിലേക്ക് പൈസ കുറച്ച് ഇടണം, കുറച്ച് ചില സമയത്ത് അവിടുന്ന് വലിക്കണം. അപ്പോൾ വലിക്കുക എന്നുള്ള കൺസെപ്റ്റ്, അതിനാണ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. അതിന് രണ്ട് ടൂൾസ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും. നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോള്യൂം ഓഫ് ക്രെഡിറ്റ് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ക്രെഡിറ്റ് എത്ര ക്രെഡിറ്റ് അവൈലബിൾ ആണ് എന്നുള്ളത് ആ വോള്യൂം റെഗുലേറ്റ് ചെയ്യുക എന്നുള്ള ഒരു പരിപാടിയാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ്. അതിന് മെയിൻ ആയിട്ട് നമുക്ക് 4 വെപ്പൺസ് ആണുള്ളത്. ഒന്ന് ബാങ്ക് റേറ്റ് പോളിസി, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ, വേരിയബിൾ സ്റ്റാറ്റുട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഓക്കെ, ബാങ്ക് റേറ്റ് പോളിസി, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, SLR, CRR. ഓക്കെ, these are the options that you have with them. Now ഓരോന്ന് നമുക്ക് നോക്കാം. First one is bank rate policy. Bank rate policy എന്ന് ഉദ്ദേശിക്കുന്നത് it is the minimum rate at which RBI is ready to grant loans and advances to the commercial banks or to rediscount bill of exchange. It is the standard rate at which Reserve Bank is prepared to buy or rediscount bills of exchange or other commercial papers eligible for purchase under the Act. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബാങ്കിന് ലോൺ കൊടുക്കുന്ന റേറ്റിനെയാണ് നമ്മൾ ബാങ്ക് റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നാം അത് മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ ആ പറഞ്ഞിട്ടുള്ള ബാങ്ക് റേറ്റ് മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബാങ്കിനെ അത് എഫക്ട് ചെയ്യുന്നു. ഹൗ ഡസ് ഇറ്റ് എഫക്ട് ദി ബാങ്ക് റേറ്റ്? നൗ ഇമാജിൻ RBI ഈ പറഞ്ഞിട്ടുള്ള ലോൺ കൊടുക്കുന്ന വഴിയാണല്ലോ ഈ പറഞ്ഞിട്ടുള്ള ബാങ്കിന് പ്രൈമായിട്ട് 2 സോഴ്സസ് ഉണ്ട്. ഒന്ന് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന
ഡെപ്പോസിറ്റുകൾ വഴിയാണ് അവർ ലോണുകൾ കൊടുക്കുന്നത്. ചിലപ്പോൾ അത് പോരാണ്ട് വരും. അപ്പോൾ RBIയുടെ കയ്യിൽ നിന്ന് ലോൺ എടുക്കും. ലോൺ ഇപ്പോൾ ഇമാജിൻ RBI ഈ പറഞ്ഞിട്ടുള്ള ബാങ്കുകൾക്ക് കൊടുക്കുന്നത് 10% ആണെന്ന് വെച്ചോ. ഓക്കെ, ഒരു എക്സാമ്പിൾ എന്ന നിലയിലാണ്. ഇറ്റ്സ് ഹാർഡ്, വല്ലപ്പോഴും റേറ്റ് ഫ്ലക്ച്വേറ്റ്സ്. പക്ഷേ ഇമാജിൻ ഒരു എക്സാമ്പിൾ എന്ന നിലയിൽ 10% ആണ് കൊടുക്കുന്നത്. സോ ഈ പറഞ്ഞ ബാങ്കുകൾ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെ പോയാലും ദേ ഹാവ് ടു ഗിവ് ലോൺസ് മോർ ദാൻ 10%, അല്ലേ? അപ്പോൾ 10%-നേക്കാളും കൂടുതൽ ലോൺ കൊടുക്കണം. സേ ഒരു എക്സാമ്പിൾ 13%, 15%, 20% ഒക്കെ വെച്ചിട്ട് ലോൺ കൊടുക്കണം. എന്നാൽ മാത്രമേ അവർക്ക് ആ ഡിഫറൻസിൽ പ്രോഫിറ്റ് കിട്ടുള്ളൂ, അല്ലേ? അവർക്ക് എന്തായാലും 10% പലിശ RBIക്ക് കൊടുക്കണം. ബാക്കിയുള്ളതാണ് അവർക്ക് കിട്ടുന്നത്, കോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് അവർക്ക് കിട്ടുന്നത്. സോ അത്രയും ഒരു ഡിഫറൻസ് അവർ വെക്കണം. Now what happens if the bank is if RBI is increasing the bank rate 10-ൽ നിന്ന് 12 ആക്കാന്ന് വെച്ചോ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ബാങ്കിനും ആ റേറ്റ് കൂട്ടണം. ബാങ്കിന് റേറ്റ് കൂട്ടേണ്ടി വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്താ? ലോൺ ബിക്കംസ് എക്സ്പെൻസീവ്. ലോൺ എക്സ്പെൻസീവ് ആണെന്ന് കസ്റ്റമേഴ്സിന് തോന്നിക്കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ട്രാൻസാക്ഷൻസ് അവർ ദേ വിൽ പുട്ട് ഇറ്റ് ഓഫ്. ഓക്കെ, ഇപ്പം ഞാനൊരു വീട് മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വണ്ടി മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അൺലെസ് ആൻഡ് അൺടിൽ ഇറ്റ് ഇസ് എക്സ്ട്രീംലി അർജന്റ് ഐ വിൽ നോട്ട് ഗോ ഫോർ ഇറ്റ്. ഓൺ ദി അതർ ഹാൻഡ് ബാങ്ക് റേറ്റ് കുറയ്ക്കാമെന്ന് വെച്ചോ, വാട്ട് ഹാപ്പൻസ്? ലോൺസ് ബിക്കം ചീപ്പർ, അല്ലേ? 10 എന്നുള്ളത് 8% ആക്കി. ഈ പറഞ്ഞിട്ടുള്ള ബാങ്കിനും ചീപ്പറായിട്ട് കിട്ടി. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞിട്ടുള്ള ലോൺസിന് റേറ്റ് കുറയ്ക്കുന്നു. ലോൺസ് ബിക്കം ചീപ്പർ. അപ്പോൾ നാച്ചുറലി ചീപ്പറായിട്ടുള്ള ലോൺസ് അവൈലബിൾ ആണെങ്കിൽ ആൾക്കാർക്ക് ആ സമയത്ത് സ്പെൻഡിങ് ചെയ്യാനാണ്, ലോൺ എടുത്ത് കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം ബാങ്ക് റേറ്റ് കുറയ്ക്കുന്നതോറും ആക്ടിവിറ്റി കൂട്ടാൻ പറ്റും. ഓക്കെ, ട്രാൻസാക്ഷൻസ് കൂട്ടാൻ പറ്റും. ലോൺസ് ബിക്കം ചീപ്പർ. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ ആക്ടിവിറ്റി, ഇക്കണോമിക് ആക്ടിവിറ്റി കൂടാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഓൺ ദി അതർ ഹാൻഡ് ഈ പറഞ്ഞിട്ടുള്ള ബാങ്ക് റേറ്റ് കൂട്ടാണെങ്കിൽ വലിയ തോതിൽ എമർജൻസി ട്രാൻസാക്ഷൻസ് മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ വലിയ തോതിൽ എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ടാവുന്നില്ല. ക്ലിയർ? So hope that explanation is clear for you. Simple ആയിട്ട് by enhancing the bank rate, by enhancing the bank rate, RBI can make bank credit dear അല്ലെങ്കിൽ costly. This causes the contraction of bank credit and therefore fall in the economic activities and price level in the country. When the bank rate is lowered, bank credit becomes cheaper. It causes expansion of credit, thereby rise in the economic activities and price level. Okay. Now, ഇതിന്റെ എഫക്റ്റീവ്നെസ് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, how far the bank approached the central bank for financial accommodation, volume of eligible bills with commercial banks that can be rediscounted, and how far money market rate responds to the change. ഈ 3 കാര്യങ്ങൾ ആശ്രയിച്ചിരിക്കും എഫക്റ്റീവ്നെസ് ഓഫ് ദ വെപ്പൺ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ RBIയുടെ അടുത്ത് ഈ പറഞ്ഞിട്ടുള്ള ബാങ്കുകാർ ലോണിന് വരുന്നത് എപ്പോഴാണ്? അവരുടെ കയ്യിലുള്ള ഡെപ്പോസിറ്റുകളൊക്കെ പോരാതെ വരുമ്പോഴാണ്, അല്ലേ? അപ്പോൾ കയ്യിൽ അത്യാവശ്യം ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ RBIനെ വലിയ കാര്യത്തിൽ ആശ്രയിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ RBIനെ ആശ്രയിക്കുന്ന 2 മെയിൻ, ഒന്ന് ഫണ്ടിങ് കിട്ടാനും, രണ്ടാമത് അവരുടെ കയ്യിലുള്ള കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് ഡിസ്കൗണ്ട് ചെയ്യിപ്പിക്കാനും കൂടിയിട്ടാണ് ഇവർ RBIനെ ആശ്രയിക്കുന്നത്. ഇപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ബാങ്കിന് വരുന്നില്ലെങ്കിൽ ബാങ്കിന് അവർ അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ബാങ്ക് റേറ്റ് കൂട്ടിയാലും ഇറ്റ് ഡസ് നോട്ട് എഫക്ട് ദി ബാങ്ക് ദാറ്റ് മച്ച്. ക്ലിയർ? പിന്നെ മണി മാർക്കറ്റ് എങ്ങനെ ഇതിന് പെർസീവ് ചെയ്യുന്നു, മണി മാർക്കറ്റിന്റെ പെർസെപ്ഷൻ എന്താണ്, അതിനനുസരിച്ചിട്ട് ആയിരിക്കും അതിൻ്റെ എഫക്റ്റുകൾ വരുന്നത്. ഓക്കെ, ലിമിറ്റേഷൻ. ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ ഇപ്പം അത്രയും എഫക്റ്റീവ് ആവാത്തതിൻ്റെ ഒരു സർട്ടൻ റീസൺസ് എന്ന് പറയുന്നത്, ഒന്ന്, മേജർ ക്രെഡിറ്റ് റിക്വയർമെന്റ് ഓഫ് ദി ഇന്ത്യൻ ഇക്കോണമി ഈസ് മെറ്റ് ബൈ മണി ലെൻഡേഴ്സ്. ഇത് പലപ്പോഴും ഈ സംഭവം ഒറ്റയ്ക്ക് പ്രയോഗിക്കുമ്പോൾ പരാജയമായിട്ട് വരുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇക്കോണമിയുടെ മെജോറിറ്റി ഫണ്ടിങ് അല്ലെങ്കിൽ കാര്യങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ചെറുകിട സാധാരണക്കാർക്ക് ചെയ്യുന്നത് ഈ മണി ലെൻഡേഴ്സ് അല്ലെങ്കിൽ പലിശക്കാരാണ്. റൈറ്റ്? ലോൺ ഷാർക്സ് എന്നൊക്കെ പറയാം അവരെ, ആ ബ്ലേഡുകാരെന്നൊക്കെ പറയില്ലേ, അവരാണ്. ഓക്കെ, ആൻഡ് അതുകൊണ്ട് തന്നെ ഇപ്പം ഈയിടെയായിട്ടാണ് നമ്മൾ കുറെ കൂടി എന്താ പറയുക, ഈ പറഞ്ഞിട്ടുള്ള സ്ട്രീം ലൈൻ ചെയ്ത് ഫിനാൻസ് കുറച്ചുകൂടി സ്ട്രീം ലൈൻ ചെയ്ത് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട്സും പാൻ കാർഡും ആധാർ കാർഡും ഒക്കെ വെച്ചിട്ട് നമ്മൾ നിർബന്ധമാക്കിയിട്ട് അവരെ മെയിൻ സ്ട്രീം ഫിനാൻസിലേക്ക് കൊണ്ടുവരാൻ നോക്കിയത്. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള കൊറോണ ഒരു കോവിഡ് കാലഘട്ടം ഒരു പ്ലാറ്റ്ഫോമായി മാറി അവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഡിമോണിറ്റൈസേഷൻ തൊട്ട് തുടങ്ങിയിട്ടുള്ളതാണ് ഇത്. Then it can be seen that market rate of interest is not varying according to the same proportion. ഈ നേരത്തെ പറഞ്ഞ പോലെ ബാങ്ക് റേറ്റ് 10-ൽ നിന്ന് 12 ആക്കിയെന്ന് വെച്ചോ, അതേ ഇൻക്രീസ് ബാങ്ക് റേറ്റിന് ഉണ്ടാവണമെന്നില്ല. ബാങ്ക് ഓഫർ ചെയ്യുന്ന റേറ്റിന് ഉണ്ടാവണമെന്നില്ല. കുറച്ചാലും അതേപോലെ തന്നെ കുറയണമെന്നില്ല. Then scarcity of eligible bills in the Indian money market, that is another problem.
then banks have abundance of deposits. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഡെപ്പോസിറ്റുകൾ കണ്ടുപോകാനുണ്ടെങ്കിൽ ബാങ്കിന് RBI ആശ്രയിക്കേണ്ട ആവശ്യമില്ല. സോ ഇറ്റ് ഡസ് നോട്ട് മേക്ക് എ ഡിഫറൻസ്. ക്ലിയർ? നൗ നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് ബാങ്ക് റേറ്റ് ഇന്ന് ആ ഡേറ്റ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദി RBI's വെബ്സൈറ്റ്, ദ കറണ്ട് ബാങ്ക് റേറ്റ് ഈസ് 4.25. ഓക്കെ, ഇതിനകത്ത് കുറേ കഥകൾ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സൗകര്യം പോലെ നിങ്ങൾ വായിച്ച് പോസ് ചെയ്ത് വായിച്ചോളൂ. ഇറ്റ്സ് നോട്ട്, ഐ എം നോട്ട് സെയിങ് ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ഇറ്റ്സ് ഗുഡ് ഫോർ ജനറൽ നോളജ്. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഇപ്പം ചൈന വാറിൽ വരുമ്പോൾ പറഞ്ഞിട്ടുള്ള ബാങ്ക് റേറ്റ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ജസ്റ്റ് റീഡ് ഇറ്റ് വെൻ യു ക്യാൻ, പോസ് ദ വീഡിയോ ആൻഡ് റീഡ് ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. നൗ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഇൻ ദി ഓപ്പൺ മാർക്കറ്റ്. ഓപ്പൺ മാർക്കറ്റിൽ ഒരുപാട് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഉണ്ട്. അതിനെ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ സെല് ചെയ്യുക, അതുവഴി നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. Okay, we are able to regulate the market with that. How? Because by purchasing securities from the market, open market le purchase നമ്മൾ securities purchase ചെയ്യുമ്പോൾ RBI purchase ചെയ്യുമ്പോൾ RBIയുടെ കയ്യിലുള്ള പൈസയാണ് മാർക്കറ്റിലേക്ക് ഇടുന്നത്. ഓക്കെ, ഓൺ ദി അതർ ഹാൻഡ് RBI ഈ പറഞ്ഞിട്ടുള്ള സെക്യൂരിറ്റീസ് ഡംപ് ചെയ്യാമെന്ന് വെച്ചോ, സെയിൽ ചെയ്യാമെന്ന് വെച്ചോ, വാട്ട് ഹാപ്പൻസ്? മാർക്കറ്റുകാർ ഈ പറഞ്ഞിട്ടുള്ള സെക്യൂരിറ്റീസ് വാങ്ങിക്കുന്നു, RBI ആ പറഞ്ഞ പൈസ സൈഫൺ ചെയ്തെടുക്കുന്നു. So what happens in that? In one action, ഈ പറഞ്ഞിട്ടുള്ള പർച്ചേസ് ചെയ്യുമ്പോൾ ഉള്ള സംഭവം, RBI സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? RBIയുടെ കയ്യിലുള്ള പൈസ മാർക്കറ്റിലേക്ക് എത്താണ്, മാർക്കറ്റിൽ കുറേ പൈസ ഇൻഫ്യൂസ് ആവാണ്. ഓൺ ദി അതർ ഹാൻഡ് സെല് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? RBIയുടെ കയ്യിലേക്ക് പൈസ വരുന്നു, മാർക്കറ്റിലേക്ക് തിരിച്ച് സെക്യൂരിറ്റീസ് അവൈലബിൾ ആവുന്നു. Clear? So that is open market operations. It is done with a view to regulate the money supply of money. Section 17 of RBI Act empowers RBI to purchase and sale of government securities and such securities of local authorities as specified by the central government. Central government specify ചെയ്യുന്ന local authorities ന്റെ securities നമുക്ക് sell ചെയ്യാം. Okay. Apart from this, RBI is authorized to purchase and sell securities and whose principal interest is guaranteed by the central government, state government or local authority. Central government, state government ഓർഗനൈസേഷൻസിന്റെ സെക്യൂരിറ്റീസ് നമുക്ക് മേടിക്കാം. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, RBIയുടെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് റിലേറ്റഡ് ടു ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. പ്രൈവറ്റ് എൻറ്റിറ്റി മാർക്കറ്റിലേക്ക് കളിക്കാൻ ഇറങ്ങാറില്ല, സാധാരണഗതിയിൽ RBI ഇറങ്ങാറില്ല. ആൻഡ് ഇറങ്ങിയാൽ തന്നെ ഇറ്റ്സ് എ വെരി എക്സ്പെൻസീവ്, യു കാൻ കൺട്രോൾ ദാറ്റ് കൈൻഡ് ഓഫ് വോള്യൂം ഇൻ ടേംസ് ഓഫ് മാർക്കറ്റ് വോള്യൂം. ഓക്കെ, മെയിനായിട്ട് അവർ ഗവൺമെന്റ് സെക്യൂരിറ്റീസിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. നൗ RBI ഇത് എപ്പോഴൊക്കെ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രത്യേക സീസണൽ ഫ്ലക്ച്വേഷൻസ് സംഭവിക്കാറുണ്ട്. ഓക്കെ, വേറെ പൈസയുടെ എന്താ പറയുക, എക്സ്ട്രീമായിട്ട് പൈസയുടെ ഷോർട്ടേജ് വരും, അല്ലെങ്കിൽ എക്സ്ട്രീമായിട്ട് അബണ്ടൻസ് ഉണ്ടാവും. അതൊന്ന് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസിന്റെ ഉദ്ദേശം. ക്ലിയർ? ഇഫ് ദർ ഇസ് എൻ എക്സസീവ് സപ്ലൈ ഓഫ് മണി, ഇത് ഒന്ന് ശ്രദ്ധിച്ചോളൂ, ദിസ് ഏരിയ. If there is an excessive supply of money in the money market, RBI sells the security in the open market. In that way, RBI is able to withdraw the excess money from circulation. But when there is shortage of money supply in the market, it purchases the security from open market, thereby adding more money into the circulation. Clear? Now, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രീ റിക്വസിറ്റ്സ്? ഈ ഒരു വെപ്പൺ സക്സസ്ഫുൾ ആവാനായിട്ട് കുറച്ച് പ്രീ റിക്വസിറ്റ്സ് ഉണ്ട്. ഒന്ന്, സ്റ്റെബിലിറ്റി ഓഫ് ക്യാഷ് പ്രൈസ് ഇൻ ദി ബാങ്ക്. ബാങ്കിലുള്ള ഒരു എന്താ പറയുക, ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ക്യാഷ് റിസർവ്സ് വിത്ത് ദി RBI വിച്ച് ആർ ഓവർ ആൻഡ് അബവ് ദി സ്റ്റാറ്റ്യൂട്ടറി മിനിമം. The excess of statutory minimum fluctuates the seasonal changes happening in the monetary condition. The open market operations will reduce the excess reserve of commercial banks, so it is a limiting factor. ബാങ്കിന്റെ കയ്യിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ഉണ്ടല്ലോ, നമുക്ക് CRR SLR പോലത്തെ ലിമിറ്റ്സ് ഉണ്ട്. ആ ലിമിറ്റ്സിന് മുകളിലാണ് സാധാരണ ബാങ്കുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. now ബാങ്കിന്റെ ഇഷ്ടമുള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ട് എത്ര റിസർവ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. മിനിമം 10%, ഇമാജിൻ ഒരു എക്സാമ്പിൾ പറയണം, മിനിമം 10% റിസർവ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് വെച്ചോ, ഒരു എക്സാമ്പിൾ ആണ്, ഇറ്റ്സ് നോട്ട് ദി ആക്ച്വൽ റേറ്റ്. എക്സാമ്പിൾ ആയിട്ട് 10% ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. now 10% മിനിമം മെയിൻറ്റെയിൻ ചെയ്താൽ ലീഗലി ദേ ആർ ഓക്കെ. ചില ബാങ്കുകൾ 20 മെയിൻറ്റെയിൻ ചെയ്യും, ചില ബാങ്കുകൾ 30 മെയിൻറ്റെയിൻ ചെയ്യും. ദാറ്റ് ഇസ് ബാങ്ക്സ് പെറോഗേറ്റീവ്. ഓക്കെ, അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ ആ ഇഷ്ടം അനുസരിച്ചിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അത് ഈ വന്നിട്ടുള്ള മാർക്കറ്റിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതിലൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം, എക്സിസ്റ്റൻസ് ഓഫ് അൺഓർഗനൈസ്ഡ് സെക്ടർ.
അത് പലപ്പോഴും RBIയുടെ എല്ലാ ആക്ഷൻസിനെയും ബുദ്ധിമുട്ടിലാക്കുന്നൊരു കാര്യമാണ്. ദെൻ ലാക്ക് ഓഫ് സഫീഷ്യൻറ്റ് സെക്യൂരിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് മെച്യൂരിറ്റി. കണ്ടമാനം ഓപ്ഷൻസ് ഇല്ല RBIയുടെ കയ്യിൽ സെക്യൂരിറ്റീസ്, പല ഡിഫറെൻറ്റ് മെച്യൂരിറ്റീസ് കാറ്റഗറീസിലുള്ള ഒരുപാട് സെലക്ഷൻസ് ഇല്ല RBIക്ക്. Then strengthening the security market. Security market strong ആവണം, എന്നാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് സക്സസ്ഫുൾ ആയിട്ട് നടത്താൻ പറ്റുള്ളൂ. Then development of institutional structure. Okay, development of institutional structure is required to conduct open market operations successfully. Then എന്തൊക്കെ മെഷേഴ്സ് ഈ പറഞ്ഞിട്ടുള്ള ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് സ്ട്രോങ് ആക്കാനായിട്ട് എന്തൊക്കെ മെഷേഴ്സ് ഈ പറഞ്ഞിട്ടുള്ള RBI എടുത്തു എന്നുള്ളതാണ്. എസ്റ്റാബ്ലിഷ് ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റീസ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. നമുക്ക് ആ സ്ട്രക്ചറൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് RBI ഈ പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷൻസ് സ്റ്റാർട്ട് ചെയ്തത്. ദെൻ ഇഷ്യൂഡ് ഗൈഡ് ലൈൻസ് ഫോർ ഡെവലപ്മെന്റ് ഓഫ് എ സിസ്റ്റം ഓഫ് പ്രൈമറി ഡീലേഴ്സിൻ്റെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനായിട്ട് RBI ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ദെൻ ഡെലിവറി വേഴ്സസ് പേയ്മെന്റ് DVP സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. ഓക്കെ, അതെന്തിനു വേണ്ടിയിട്ട്? ആസ് പെർ ദ സിസ്റ്റം സൈമൾട്ടേനിയസ് പേയ്മെന്റ് ഇസ് ഡൺ വെൻ സെല്ലേഴ്സ് ട്രാൻസ്ഫർ സെക്യൂരിറ്റീസ് ടു ബയേഴ്സ് ടു ദോസ് ഹു ഹാവ് സബ്സിഡറി ജനറൽ ലെഡ്ജർ അക്കൗണ്ട് ആൻഡ് എ കറണ്ട് അക്കൗണ്ട് വിത്ത് RBI. RBIയുടെ വഴി ഈ പറഞ്ഞിട്ടുള്ള പാർട്ടീസിന് ദെൻ ആൻഡ് ദർ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, moving on to the third control, quantitative control. It is variable cash reserve ratio, CRR, cash reserve ratio, CRR. Okay, now CRR എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, എവറി ഷെഡ്യൂൾ ബാങ്ക്, ആ സെക്ഷൻസ് ഓർത്തിരുന്നോളൂ, സെക്ഷൻ 42(1). ഓക്കെ, every scheduled bank is required to maintain a fixed percentage of their time and demand deposits as cash reserve with RBI. Okay, ഇതിനെ statutory cash reserve ratio എന്ന് പറയുന്നുണ്ട്. Now what happens, now CRR ആയാലും SLR ആയാലും അതിൻ്റെ ബേസിക്സ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഓക്കെ, രണ്ടും ഡിഫറെൻറ്റ് സാധനങ്ങളാണ്, പക്ഷെ ഫങ്ഷൻ ഇസ് ദ സെയിം. Now imagine ഈ റിസർവ് എന്ന് പറയുന്നത് CRR അല്ലെങ്കിൽ SLR എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസിക്കലി യുവർ റിസർവ്. ഓക്കെ, അപ്പോൾ ഇമാജിൻ ദ ബാങ്ക് ഹാസ്, ഇപ്പം ബാങ്ക് ഒരു 1000 രൂപ അല്ലെങ്കിൽ വേണ്ട 100 രൂപ ഡെപ്പോസിറ്റ് കിട്ടിയെന്ന് വെച്ചോ. ബാങ്ക് പറയാണ് ഈ 100 രൂപ ഡെപ്പോസിറ്റ് കിട്ടിയതിൽ യു ഹാവ് ടു സെറ്റ് അസൈഡ് 30 rupees ആസ് എ റിസർവ്. അപ്പം 100 രൂപയിൽ നിന്ന് 30 രൂപ റിസർവ് ആക്കി വെക്കണം. ബാക്കി എത്ര രൂപയുണ്ട്? 70 rupees. ഓക്കെ, ഈ 70 rupees കടം കൊടുത്തിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ബാങ്കിന് അവരുടെ പ്രോഫിറ്റും അവരുടെ ബിസിനസ് റൺ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, 30 rupees റിസർവ് എന്തിനു വേണ്ടിയിട്ടാണ്? പല പർപ്പസ് ഉണ്ടാവും. ഈ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ബാങ്ക് റൺ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് ബാങ്ക് റൺ ഉദ്ദേശിക്കുന്നത് എല്ലാ ഇൻവെസ്റ്റേഴ്സും ഒരേ സമയം അവരുടെ ഡെപ്പോസിറ്റേഴ്സ് അവരുടെ പൈസ ഒരേ സമയം പിൻവലിച്ചു കഴിഞ്ഞാലുള്ള സിറ്റുവേഷനാണ് ഈ പറഞ്ഞിട്ടുള്ള ബാങ്ക് റൺ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ എല്ലാ സിറ്റുവേഷൻ ഇപ്പോൾ ഈ പടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ചിട്ടി ഫണ്ട്, നമ്മുടെ ചിട്ടി കമ്പനി പൊളിയുന്നത് എങ്ങനെയാണ്? ഒരാൾ റൂമർ സ്പ്രെഡ് ചെയ്യുന്നു, ബാങ്ക് പൊളിഞ്ഞു, എല്ലാവരും ഒരുമിച്ച് വരുന്നു, ചിട്ടിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നില്ല, നാട്ടുകാരൊക്കെ തല്ലി പൊളിക്കുന്നു, ഓഫീസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ മൂവീസിലൊക്കെ കണ്ടിട്ടുള്ളത്. അത് തന്നെ. ഓക്കെ, അപ്പോൾ ഈ 70 rupees പുറത്താണ് അവർക്ക് കച്ചവടം നടത്താൻ പറ്റുന്നത്. Now what happens if RBI is telling okay 30 rupees വേണ്ട, നിങ്ങൾക്ക് 20 rupees മതി റിസർവ്. അപ്പോൾ ബാങ്കിന്റെ കയ്യിൽ 80 rupees ഉണ്ടാവും ലോൺ കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ബാങ്ക് ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റ് കിട്ടാനായിട്ട് ഫസ്റ്റ് സിനാറിയോയിൽ 70 rupees ഉള്ളൂ. സോ ദേ മൈറ്റ് ഹാവ് ടു ചാർജ് മേ ബി 15% ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് കിട്ടാനായിട്ട്. 80 rupees കയ്യിലുള്ളപ്പോൾ അവർക്കൊരു 14% ചാർജ് ചെയ്താൽ മതി. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് വെൻ ദ എമൗണ്ട് ഓഫ് റിസർവ് ദാറ്റ് ദി ബാങ്ക് ഹാസ് ടു മെയിൻറ്റെയിൻ, ഓക്കെ, RBI അല്ല, ബാങ്ക് ഹാസ് ടു മെയിൻറ്റെയിൻ ഇൻക്രീസസ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ബാങ്കിൻ്റെ കയ്യിൽ പൈസ ഉണ്ടാക്കാനായിട്ടുള്ള എമൗണ്ട് കുറവായിരിക്കും. കാരണം എന്താ? അവർക്ക് ഈ ബാക്കിയുള്ള റിസർവ് വെക്കണം എന്ന് പറയുന്ന ഏരിയ ഉണ്ട്, അത് ടച്ച് ചെയ്യാൻ പാടില്ല. Okay, they are not supposed to use it. At the end of the day, they have to ensure that ഇത്രയും എമൗണ്ട്, ഇത്രയും പെർസെൻറ്റേജ് റിസർവ് ആണ് എന്നുള്ളത് എൻഷുർ ചെയ്യണം അവർ ഓരോ ബാങ്കുകാരും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്താണ്? ആ ബാങ്കിന് കളിക്കാനുള്ള പൈസ എമൗണ്ട് കുറയാണ്. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് they have to increase their percentages at times. Clear? അപ്പോൾ ആ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ this acts as a tool for in a way playing with the volume. Okay,
The Act empowers RBI to prescribe cash reserve ratio of scheduled bank ranging from 3% to 15%. Originally, the obligation of scheduled banks was to maintain reserve with Reserve Bank was created to provide a minimum fund reserve for the Reserve Bank. Later, this Reserve Bank requirement also extended to non-scheduled banks as per Section 18 of the Banking Regulations Act 1949. Okay, non-banking scheduled banks, non-scheduled banks like ഈ പറഞ്ഞിട്ടുള്ള ആക്ടും നിർബന്ധമാക്കി. ഓക്കെ, ദെൻ ഈ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. It empowered Reserve Bank to vary cash reserves of scheduled bank between 5 to 20% in respect of demand liabilities and between 2 and 8% in respect of time liabilities. Understand the difference. Demand liabilities എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഡിമാൻഡ് ഡെപ്പോസിറ്റുകൾ. ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ ബേസിക് ആയിട്ട് നമ്മുടെ കറണ്ട് അക്കൗണ്ടും സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. എപ്പോൾ ചെന്നാലും നമ്മളൊരു ചെക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിമാൻഡ് ചെയ്യാം. ടൈം ലയബിലിറ്റീസ് എന്ന് പറയുന്നതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ FD RD പോലെ സാധനമാണ്. ഇന്ന് 1 വർഷത്തേക്ക് 2 വർഷത്തേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി കൊടുക്കുന്നില്ലേ, അത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ലെന്നല്ല, പക്ഷെ ജനറലി നമ്മൾ ഒരു FD ഇടുന്നെങ്കിൽ വി ഡോണ്ട് ബ്രേക്ക് ഇറ്റ് വിത്തിൻ ബിഫോർ ദി ടൈം ഫ്രെയിം. ഓക്കെ, ദാറ്റ് ഈസ് അപ്പോൾ അതിനുള്ള അത് രണ്ടിനും 2 ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് പെർസെൻറ്റേജസ് ആണ്. ഓക്കെ, നൗ ലൈക്ക് ഐ ഹവ് സെഡ്, ഡിമാൻഡ് ഡെപ്പോസിറ്റിന് 5 to 20%, ടൈം ഡെപ്പോസിറ്റിന് 2 to 8% ആയിരിക്കണം റിസർവ്സ് വരുന്നത്. നൗ കറണ്ട് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് 4% ആണ് ആസ് പെർ ദ ഡേറ്റ്. 12/9 എന്ന ഡേറ്റിൽ ക്യാഷ് റിസർവ് റേഷ്യോ ഇസ് 4%. Okay, now please, the reason I'm saying the date is so that you guys don't get confused. ചിലപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ 1 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞിട്ട് കാണുന്ന ആൾക്കാർ 4% അല്ല എന്ന് പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആസ് ഓൺ ദിസ് ഡേറ്റ് ഇറ്റ് ഇസ് 4%. ഓക്കെ, then moving on, your SLR ആണെങ്കിൽ പോലും it's more or less a reserve. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, as per Section 24 of Banking Regulations Act 1949, commercial banks are required to maintain not less than 25% of its total time and demand liabilities or total deposits in liquid assets in the form of cash, gold and unencumbered ഗവൺമെൻറ് ആൻഡ് അതർ സെക്യൂരിറ്റീസ് വിത്ത് RBI. ലിക്വിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ ലിക്വിഡ് ആക്കാൻ പറ്റുന്ന ക്യാഷ്, ഗോൾഡ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. എത്ര? 25% ഓഫ് ഇറ്റ്സ് ടോട്ടൽ ഡെപ്പോസിറ്റ്സ്. ഓക്കെ, നൗ സെയിം ഫംഗ്ഷൻ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള റിസർവ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, റിസർവ് CRR ആയാലും SLR ആയാലും ദീസ് ആർ റിസർവ്സ്. നൗ ഈ റിസർവ്സിന് ടച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ യൂസ് ചെയ്യണമെങ്കിൽ തന്നെ അതിന് ഒരു മാനദണ്ഡങ്ങളുണ്ട്. ബട്ട് ദീസ് റിസർവ്സ് ഷുഡ് ബി മെയിൻറ്റെയിൻ അറ്റ് ഓൾ ടൈംസ്. നൗ കറണ്ട് SLR ഇസ് അബൌട്ട് 18% ആണ് കറണ്ട് SLR ആസ് പെർ ദാറ്റ് ഡേറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾസ്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ആസ് നമ്പർ 5 ആണ്. ഇറ്റ്സ് റോങ്. സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ഇസ് ബേസിക്കലി യുവർ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. ഓക്കെ, നമുക്കത് ആ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ കൺട്രോൾസ് ദി വോള്യൂം. ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ കൺട്രോൾസ് ദി ഫ്ലോ. ഓക്കെ, സ്പീഡ് വിത്ത് വിച്ച് ഫണ്ട്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള മണി റീച്ചസ് ദി ഇക്കോണമി. ഓക്കെ, ആ ഫ്ലോനെ കൺട്രോൾ ചെയ്യുന്നതാണ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. ഓക്കെ, സെലക്റ്റീവ് ഓർ പെർട്ടിക്കുലർ യൂസ് ഓഫ് ക്രെഡിറ്റ്, എവിടെയൊക്കെയാണ് നമുക്ക് പൈസ ഏതിലൊക്കെ ചാനലിൽ വളരെ സ്പെസിഫിക് ആയിട്ട് ഏത് മേഖലകളിലേക്കാണ് ഈ സാധനം പോകുന്നത്. ഓക്കെ, now selective credit control measures are also known as qualitative credit control techniques. These are adopted to divert the flow of credit from speculative and unproductive activities to productive and more urgent activities. ഏത് ഏരിയയിലേക്കാണോ നമുക്ക് എമർജൻസി ആയിട്ട് ഈ സാധനം പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. Section 22 of Banking Regulations Act 1949, അത് അതിനുള്ള അതോറിറ്റി തരുന്നത് ഈ പറഞ്ഞിട്ടുള്ള ആക്ട് വഴിയാണ്. RBI has been extensively using this selective control since 1956. പല ടൈമിൽ പല സിറ്റുവേഷൻസിൽ പ്രൈസ് റൈസ് വരുമ്പോഴൊക്കെ ഈ പറഞ്ഞിട്ടുള്ള മെഷേഴ്സ് RBI യൂസ് ചെയ്യുന്നുണ്ട്. Reserve Bank of India adopted selective control measures to reduce the prices and check the flow of bank credit for hoarding essential commodities. സാധാരണഗതിയിൽ RBI ഇത് അപ്ലൈ ചെയ്യാനുള്ള മെയിൻ റീസൺസ് വെച്ച് കഴിഞ്ഞാൽ ഹോർഡിംഗ് പോലത്തെ പ്രോബ്ലം. ഹോർഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള കമ്മോഡിറ്റീസ് സെല്ലേഴ്സ് മനഃപൂർവ്വം ഒരു ഷോർട്ടേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. എങ്ങനെ?
കയ്യിലുള്ള പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കാണ്ട്, ഓക്കെ, സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ചില കമ്മോഡിറ്റീസ് ഉണ്ട്, അത് മാർക്കറ്റിൽ എത്തിക്കാണ്ട് ഒരു ആർട്ടിഫിഷ്യൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു, അവിടെ ഒരു ഷോർട്ടേജ് ക്രിയേറ്റ് ചെയ്യുന്നു, ആ ഷോർട്ടേജ് വഴി പ്രൈസ് റൈസ് കയറുന്നു. ഓക്കെ, ആ പ്രൈസ് റൈസ് കയറുമ്പോൾ ഇവരും സാധനങ്ങൾ പതുക്കെ മാർക്കറ്റിലേക്ക് ഇറക്കും, ആൻഡ് ക്യാഷ് ഓൺ ദി ദാറ്റ് പർട്ടിക്കുലർ ടൈമിൽ അവർ എൻകാഷ് ചെയ്യുന്ന അവരുടെ പ്രോഫിറ്റ്സ്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് വരുന്ന ഒരു കുറച്ച് മെക്കാനിസംസ് ഉണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളിൻ്റെ അടിയിൽ വരുന്ന കുറച്ച് മെക്കാനിസംസ് ഉണ്ട്. ഇഷ്യൂ ഓഫ് directives, regulation of margin requirements, differential rates of interest, restrictions on clean advances, credit authorization schemes, adokka varunnundu. Okay, we'll go through that one by one. Now ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെയിൻ ആയിട്ട് അവർ ഡയറക്റ്റ് ഇമ്പാക്ട് ഓരോ പർട്ടിക്കുലർ സെക്ടേഴ്സിലും ഡയറക്റ്റ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് വരുന്നത് അതിനകത്ത്. Now let's look at each of these. ഈ പറഞ്ഞിട്ടുള്ള എന്തൊക്കെ മെഷേഴ്സ് ആണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ടു റെസ്ട്രിക്ട് സ്പെക്കുലേറ്റീവ് ആൻഡ് ഇൻഫ്ലേഷണറി പ്രഷേഴ്സ്. ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇഷ്യൂയിങ് ഓഫ് ഡയറക്റ്റീവ്സ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അത് ചെയ്യടാ ഇത് ചെയ്യടാ എന്ന് ബാങ്കുകളുടെ അടുത്ത് പറയാ എന്നുള്ളത്. ക്ലിയർ? ഡയറക്റ്റീവ്സ് ഇഷ്യൂ ചെയ്യാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഗിവിങ് ഡയറക്റ്റീവ്സ്. ആ ഡയറക്റ്റീവ്സിനനുസരിച്ചിട്ട് ബാങ്കുകൾ ദേ ആർ ഫോഴ്സ്ഡ് അല്ലെങ്കിൽ ബൗണ്ട് ടു issue them, perform them. Purpose for എന്തിനൊക്കെയാണ് അവർ ഡയറക്റ്റീവ്സ് കൊടുക്കുന്നത്? ഫോർ ദ പർപ്പസ് ഓഫ് അഡ്വാൻസ് കൊടുക്കാനും കൊടുക്കാതിരിക്കാനുമുള്ള ഡയറക്റ്റീവ്സ് ഉണ്ട്. മാർജിനുകൾ മെയിൻറ്റെയിൻ ചെയ്യാനും എത്ര എമൗണ്ട് ഒരു സെക്യൂരിറ്റി, ഒരു അഡ്വാൻസ് നമ്മൾ കൊടുക്കുമ്പോൾ അതിനൊരു സെക്യൂരിറ്റി ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഞാൻ ഒരു ബാങ്ക് കടം കൊടുക്കാന്ന് വെച്ചോ ഒരാൾക്ക്, എന്തിന്റെ അടിസ്ഥാനത്തിൽ? സാധാരണ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റിയുടെ പുറത്തല്ലേ. ഇപ്പൊ ഗോൾഡ് ലോൺ ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ ഗോൾഡിന്റെ വാല്യൂസ് മേ ബി 1 lakh. ഓക്കെ, മാർജിൻ കൂട്ടുക എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് RBI പറയാണ് നിങ്ങൾ ഗോൾഡ് ലോൺ കൊടുക്കുമ്പോൾ പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിലയുടെ 30% മാർജിനായിട്ട് വെക്കണം. അപ്പോൾ 1 ലക്ഷം ഗോൾഡ് ലോൺ ആണ് 1 ലക്ഷം ഗോൾഡിന്റെ വാല്യൂ എന്ന് വെച്ചോ. അപ്പോൾ 30% പിടിച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ ഗോൾഡ് ലോണായിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആ മാർജിന്റെ പുറത്ത് എത്രത്തോളം വേണം എന്നുള്ള ഡിക്റ്റേറ്റ് ചെയ്യുന്നത് പലപ്പോഴും RBI ആണ്. ദെൻ മാക്സിമം എമൗണ്ട് ഓഫ് അഡ്വാൻസസ് ടു എനി കമ്പനി, ഇൻഡിവിജ്വൽ ഫേം, ഒരു ഇൻഡിവിജ്വലിന്, ഒരു ഫേമിന്, ഒരു കമ്പനിക്ക് എത്രത്തോളം എമൗണ്ട് കൊടുക്കാം എന്നുള്ളത്. പിന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ബേസിക്കലി പറയുകയാണെങ്കിൽ പൈസ വേറൊരാൾക്ക് കടം കൊടുക്കണമെങ്കിൽ RBI നിർദ്ദേശിക്കുന്ന കുറേ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്, അത് ഫോളോ ചെയ്യാം. അപ്പോൾ ആ ഡയറക്റ്റീവ്സ് വഴി ഈ പറഞ്ഞിട്ടുള്ള RBIക്ക് കൺട്രോൾ ചെയ്യാം കുറേ കാര്യങ്ങൾ. ക്ലിയർ? അത് ചെയ്തില്ലെങ്കിൽ ബാങ്കിന് പണി കിട്ടും. ദെൻ നെക്സ്റ്റ് വൺ ഇസ് റെഗുലേഷൻ ഓഫ് മാർജിൻ റിക്വയർമെന്റ്സ്. നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ മാർജിൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിൽ വരുന്നതാണ്. നൗ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാട്ട് ഇസ് എ മാർജിൻ? ഇറ്റ് ഇസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി കറണ്ട് വാല്യൂ ഓഫ് ദി സെക്യൂരിറ്റി അല്ലെങ്കിൽ കൊളാറ്ററലിന്റെ കറണ്ട് വാല്യൂ എത്രയാണോ ലോൺ ഗ്രാന്റ് ചെയ്യുന്ന വാല്യൂ. നേരത്തെ പറഞ്ഞ പോലെ 1 ലക്ഷമാണ് ഗോൾഡിന്റെ വാല്യൂ. ഇമാജിൻ 70,000 is the loan amount that is sanctioned. അപ്പോൾ 30,000 ആണ് മാർജിൻ. ക്ലിയർ? ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്. നൗ ഈ മാർജിൻ റിക്വയർമെന്റ്സ് റെഗുലേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട്? എസെൻഷ്യൽ കമോഡിറ്റീസിന് ഈ പറഞ്ഞിട്ടുള്ള മാർജിൻ റിക്വയർമെന്റ്സ്, അഡ്വാൻസസ് കുറച്ച് സ്റ്റിപ്പുലേഷൻസ് എന്ന് കൊണ്ടുവരുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മെയിൻ എയിം ഓഫ് ഫിക്സിംഗ് ഹയർ മാർജിൻ റിക്വയർമെന്റ്സ് ഫോർ അഡ്വാൻസസ് ഇസ് ടു കർബ് ദി ഗ്രാന്റിംഗ് ഓഫ് അഡ്വാൻസസ് ഫോർ ദി അബവ് കമോഡിറ്റീസ്. ഈ അബവ് കമോഡിറ്റീസ് വാങ്ങിച്ചു കൂട്ടുന്നതിന് ലോണുകൾക്ക് എതിരെ അവർ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ ദേ മേക്ക് ദ ലോൺ എക്സ്പെൻസീവ്. അല്ലെങ്കിൽ 1 ലക്ഷത്തിന്റെ ജാമ്യത്തിന് അവർ പറയണു 1 ലക്ഷം വാല്യൂ ഉണ്ടായിരിക്കും, പക്ഷെ ഞങ്ങൾ നിങ്ങൾക്ക് 50,000 രൂപ തരുള്ളൂ. അപ്പൊ 50,000 രൂപയ്ക്ക് ഉള്ള സാധനം മാത്രമേ ഇവർക്ക് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഉദ്ദേശിച്ച വോള്യത്തിൽ അവർക്ക് ചിലപ്പോൾ ഇമ്പാക്ട് ചെയ്യാൻ പറ്റുന്ന ലെവലിലുള്ള വോള്യം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ക്ലിയർ? നൗ lower margin is fixed to borrowers whose need is urgent and whose activities are not aggravating the price. പ്രൈസ് അഗ്രവേഷൻ നടക്കുന്നില്ല. അതായത് അവരുടെ ഈ പറഞ്ഞിട്ടുള്ള ട്രാൻസാക്ഷൻസ് വഴി ജനറൽ പ്രൈസിനെ അഫക്റ്റ് ചെയ്യാത്തതും അർജന്റ് ആയിട്ടുള്ള സംഗതികൾക്കും മാർജിൻ അവർ കുറച്ചേ കൊടുക്കുന്നുള്ളൂ. പക്ഷെ അല്ലാത്ത കാര്യങ്ങൾക്ക് അവർ ഈ പറഞ്ഞിട്ടുള്ള ഹയർ മാർജിൻസ് സെറ്റ് ചെയ്യുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ഫുഡ് ഗ്രെയിൻസ്, ഓയിൽ, സീഡ്സ്, വനസ്പതി, ഷുഗർ, കോട്ടൺ അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ പ്രൈസ് റൈസ് വന്നു കഴിഞ്ഞാൽ അത് ജനറൽ ഇക്കോണമിയുടെ പ്രൈസസ് റൈസ് ചെയ്യിപ്പിക്കും. Clear? Then differential interest rate of interest.
സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഫ്ലക്ച്വേറ്റ് ചെയ്യിപ്പിക്കാം. ഗവൺമെൻറ് RBI പറയുന്നു എന്താ പറയുക പർപ്പസുകൾ അനുസരിച്ചിട്ട് ചില പ്രത്യേക പർപ്പസസിന് എന്താ പറയുക റിസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള പർപ്പസ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഹയർ ആക്കുക, അത്രയും റിസ്ട്രിക്റ്റീവ് അല്ലാത്ത ആക്ടിവിറ്റീസിന് ഇൻട്രസ്റ്റ് റേറ്റ് കുറവ് കൊടുക്കുക എന്നുള്ള ഒരു ആക്ടിവിറ്റി. ഓക്കെ, ഇപ്പം RBIക്ക് ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി ഇത്രയൊന്ന് റിസ്ട്രിക്റ്റ് ചെയ്യണം, അതിനകത്തുള്ള ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ അതിനകത്തൊരു ബൂം റിസ്ട്രിക്റ്റ് ചെയ്യണമെന്ന് വെച്ചോ, അപ്പോൾ ആ മേഖലയിലുള്ള ലോൺ അവൈലബിലിറ്റീസ് ഒന്ന് സ്ട്രിഞ്ചൻ്റ് ആക്കുക, മേക്ക് ഇറ്റ് മോർ എക്സ്പെൻസീവ്. അപ്പോൾ നാച്ചുറലി ആ ഏരിയയിൽ ഫണ്ട് ഇറങ്ങുന്നത് കുറയും. ഫണ്ട് ഇറങ്ങുന്നത് കുറയുന്നത് കൊണ്ട് ആ പറഞ്ഞിട്ടുള്ള ഏരിയയിൽ കുറേയൊക്കെ കൺട്രോൾ RBIക്ക് വരുത്താൻ പറ്റും. ക്ലിയർ? ദെൻ നെക്സ്റ്റ് വൺ, restrictions on clean advances. Clean credit facilities are allowed to borrowers who are not affected by selective credit control measures. This method is intended to restrict speculative hoarding of essential commodities and prevent anti-social use of credit. ഈ പറഞ്ഞിട്ടുള്ള സെലക്റ്റീവ് കൺട്രോൾ മെഷേഴ്സിൽ പെടാത്ത ആൾക്കാർക്ക് വരുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള ക്ലീൻ അഡ്വാൻസസ്, റെസ്ട്രിക്ഷൻസ് ഓൺ ക്ലീൻ അഡ്വാൻസസ്. ബേസിക്കലി ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസും ഈ പറഞ്ഞിട്ടുള്ള ഹോർഡിംഗ് പോലത്തെ ആക്ടിവിറ്റീസും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. Then credit liberalization to selected sectors. Appropriate exemptions are granted to deserving borrowers from the selective requirements of credit control measures to avoid unnecessary hardships. ഇപ്പോൾ ചില മേഖലകൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്, ഗ്രോത്ത് പെർമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, ആ വന്നിട്ടുള്ള അൺനെസസറി ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് എടുത്ത് കളയുന്നു. Clear? The next one, credit authorization schemes. Now, this scheme was introduced in November 1965. The commercial banks are required to obtain RBI's authorization before granting any fresh credit of rupees 1 crore to any single party. മുമ്പ് 1 കോടിയായിരുന്നു, ഇപ്പോൾ ആ ലിമിറ്റ് എൻഹാൻസ് ചെയ്ത് 4 കോടിയാക്കി 1983. ഓക്കെ, പിന്നെ അതൊരു 6 കോടിയാക്കി 1986. ഓക്കെ, സോ എന്തിനു വേണ്ടിയിട്ടാണിത്? വലിയ ഒരു ഇൻഡിവിജ്വൽ ഫേമിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ കയ്യിലേക്ക് വലിയൊരു എമൗണ്ട് വന്ന് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ? നെക്സ്റ്റ് വൺ, ലോൺ സിസ്റ്റം ഫോർ ഡെലിവറി ഓഫ് ബാങ്ക് ക്രെഡിറ്റ്. ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1995. The objective is to bring about discipline in the utilization of bank credit and gain better control of flow of credit. ബാങ്കുകാർ അവരുടെ ഫണ്ടുകളെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നൊന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ ഇസ് മോറൽ സുവേഷൻ ആൻഡ് ക്രെഡിറ്റ് റേഷനിങ്. ഓക്കെ, മോറൽ സുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഉപദേശിക്കുക എന്ന് പറയില്ലേ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഉപദേശിക്കുക എന്ന് പറയുന്നത് അത് കമ്പൾഷൻ അല്ല. നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾക്ക് കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ നല്ല വശങ്ങൾ, പൊട്ട വശങ്ങൾ, യു ആർ ബീങ് പാർട്ട് ഓഫ് ഇക്കോണമിക് ഗ്രോത്ത്. നിങ്ങൾ ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ ഇക്കണോമിനെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാവും. സോ പ്ലീസ് ഡു ദിസ്. ഇറ്റ്സ് ബേസിക്കലി എ റിക്വസ്റ്റ്, RBIയുടെ കയ്യിൽ നിന്നൊരു റിക്വസ്റ്റ് ആണ്. അതിൻ്റെ പുറത്തൊരു പീനൽ എലമെന്റ് വരുന്നില്ല, ഒരു എന്താ പറയുക പണിഷ്മെന്റ് എലമെന്റ് വരുന്നില്ല. അതിന് പകരം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് മോർ ഓഫ് എ റിക്വസ്റ്റ്. എടാ അതൊന്നും ചെയ്തതാടാ. ചില സമയത്ത് നമ്മുടെ ടീച്ചർമാർ അവർക്ക് വേണമെങ്കിൽ 2 രീതിയിൽ കാര്യം അത് ചെയ്യടാ എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളല്ലേ സാവധാനം അത് ഒന്ന് ചെയ്തതാടാ ഹെൽപ്പ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ വി മൈറ്റ് ബി മോർ വില്ലിംഗ് ടു. അതാണ് മോറൽ സുവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ റേഷനിങ് ഓഫ് ക്രെഡിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് ഏരിയാസിനാണോ കൂടുതൽ ആവശ്യം. ഓക്കെ, സിംപ്ലി പുട്ട് ഇറ്റ്, റേഷനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് റേഷൻ വെക്കുക, ഒരു ലിമിറ്റ് വെക്കുക, ഓരോ കാര്യങ്ങൾക്കും ലിമിറ്റ് വെക്കുക. റേഷനിങ് ഓഫ് ക്രെഡിറ്റ് ഇസ് എ സിസ്റ്റം അണ്ടർ വിച്ച് Central Bank seeks to limit the total amount of loans, advances of specific categories of loans and advances granted by the commercial bank. Commercial bank കൊടുക്കുന്ന ലോണുകൾക്കും കാര്യങ്ങൾക്കൊക്കെ ഒരു ക്യാപ്പ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, now RBI uses both weapons several times. After devaluation of rupee, banks were advised to restrict their advances to genuine trade requirements and not grant accommodation for speculative activities. അങ്ങനെ ഒരുപാട് ഈ പറഞ്ഞിട്ടുള്ള ക്രെഡിറ്റ് റേഷനിങ് ആണെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള മോറൽ സുവേഷൻ ആണെങ്കിലും ഈ RBIയുടെ നിർദ്ദേശപ്രകാരം കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ചെയ്യാറുണ്ട്. ദെൻ ഡയറക്റ്റ് ആക്ഷൻ. ഡയറക്റ്റ് ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നും പിന്നും നോക്കാണ്ട് പണി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായിട്ട് ഡയറക്റ്റ് ആക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇസ് നോട്ട് സാധാരണഗതിയിൽ നമ്മൾ പറയില്ല RBI ഇത് എടുക്കാറില്ല, നമ്മൾ അറ്റ കാരണം വരുമ്പോൾ യുദ്ധത്തിന് ഇറങ്ങുക എന്നുള്ള ലൈനിലാണ് ഡയറക്റ്റ് ആക്ഷൻ വരുന്നത്. ഇറ്റ് ഇംപ്ലൈസ് refusal. It is adopted when all other measures fail. It implies that refusal of the RBI to extend rediscounting facilities to bank, which follows unsound banking practices, or to grant further accommodation to bank whose capital and reserves are inadequate. Okay,
which follow unsound bank practices or to stop granting. Okay, അത് stop grant ആണ്, not to grant, to stop granting further accommodation to banks whose capital and reserves are inadequate in relation to the amounts already sanctioned. Okay, വേറെ ബാങ്ക് RBI ഓഫർ ചെയ്യുന്ന ഫെസിലിറ്റീസ് നിർത്തലാക്കുക, അറ്റ കാരണത്തിൽ അവർ ഓഫർ ചെയ്യുന്ന ഫെസിലിറ്റീസ് നീ കാര്യങ്ങൾ ചെയ്തിട്ട് സംസാരിച്ചാൽ മതി എന്നുള്ള ലൈനിൽ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. ദെൻ ഇനി അടുത്ത ഫംഗ്ഷൻ, സോറി ഞാൻ ഇവിടെ ഇത് 10 ആയിട്ട് എഴുതിയത്, പക്ഷേ ഇറ്റ്സ് നോട്ട് 10, ഇറ്റ്സ് ആക്ച്വലി വൺ ഓഫ് ദി ഫംഗ്ഷൻസ്. നമ്മളിപ്പോൾ ഇത്രയും നാളെ സംസാരിച്ചുകൊണ്ടിരുന്ന ഫംഗ്ഷൻസ് ആണ് കേട്ടോ. ഇഫ് യു ആർ ഏബിൾ ടു ഫോളോ, ഈ നേരത്തെ നമ്മൾ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഇതൊക്കെ ക്വാളിറ്റേറ്റീവ് കൺട്രോൾ ടെക്നീക്സ് ആണ്. അതിനൊക്കെ മുമ്പ് ബിഫോർ ടോക്കിംഗ് അബൌട്ട് ദി എന്താ പറയുക, ഈ പറഞ്ഞിട്ടുള്ള ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, CRR, SLR ഇതൊക്കെ സംസാരിക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ we were talking about controller of credit, 5th point. 6th point ആണ് ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ foreign exchange, controller of foreign exchange. So this should be 6. Okay, 6th point ആണ് foreign exchange operations control ചെയ്യാൻ. This is one of the functions. Okay, നമ്മുടെ quantitative techniques, quantitative and qualitative techniques direct action കഴിയുമ്പോൾ തീർന്നു. Okay, next one, we are coming back to the functions, that is control of foreign exchange operations. Now it is one of the prime functions in terms of RBI. RBIയുടെ മെയിൻ ഫംഗ്ഷൻസിൽ ഒരു ഫംഗ്ഷൻ ആണ് ഈ പറഞ്ഞിട്ടുള്ള ഫോറിൻ എക്സ്ചേഞ്ച്. എനിത്തിങ് ദാറ്റ് ഹാസ് ടു ഡീൽ വിത്ത് ഫോറിൻ എക്സ്ചേഞ്ച്, ഇറ്റ് ഹാസ് ടു ഗോ ത്രൂ RBI. Okay, RBI has the central government authorized RBI to deal in foreign exchange, gold, bullion. It has the responsibility to maintain official rate of exchange. എന്തുകൊണ്ട് we have become part of International Monetary Fund. അതിനുശേഷം ഈ പറഞ്ഞിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് പരമാവധി സ്റ്റേബിൾ ആക്കി നിർത്തുക എന്നുള്ളൊരു വലിയൊരു ഡോണ്ടിങ് ആയിട്ടുള്ളൊരു ടാസ്ക്. ഓക്കെ, ഇറ്റ്സ് എ എക്സ്ട്രീംലി കോംപ്ലെക്സ് ടാസ്ക്. ആ ടാസ്ക് ഈ പറഞ്ഞിട്ടുള്ള RBIയുടെ പുറത്താണ് വരുന്നത്. അപ്പോൾ ഇടയ്ക്ക് ചില സമയത്ത് നമ്മുടെ ഡോളറിൻ്റെ റേറ്റ് ഭയങ്കരമായിട്ട് കൂടുക, അല്ലെങ്കിൽ റുപ്പിയുടെ റേറ്റ് ഭയങ്കരമായിട്ട് കുറയുക, അങ്ങനെ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള RBI ഇടപെടും. ഓക്കെ, നൗ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, RBI ഡയറക്ട്ലി പറഞ്ഞിട്ടുള്ള പബ്ലിക്കിൻ്റെ അടുത്ത് ബാക്കിയുള്ള കൺട്രികളായിട്ട് ഡീൽ ചെയ്യുമ്പോൾ RBI വഴിയാണ് സാധനം വരുന്നത്. പക്ഷെ ജനറൽ പബ്ലിക്കിന് ഇപ്പോൾ എനിക്ക് കുറച്ച് ഡോളർ ആവശ്യമുണ്ട്, ഞാൻ RBIയുടെ അടുത്തല്ല പോയി ചോദിക്കുക. RBI സാങ്ഷൻ ചെയ്തിട്ടുള്ള അലൗ ചെയ്തിട്ടുള്ള കുറച്ച് ഷെഡ്യൂൾ ബാങ്ക്സ് ഉണ്ടാകും. ആ ഷെഡ്യൂൾ ബാങ്ക്സും വേറെ ഓർഗനൈസേഷൻസും വഴിയാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻസ് ഞാൻ ചെയ്യുന്നത്. സോ ദോസ് ആർ യുവർ മോണിറ്ററി ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മോണിറ്ററി ഫങ്ഷൻസ് ആണ്. ഇനി നമുക്ക് നോൺ മോണിറ്ററി ഫങ്ഷൻസ് ഒന്ന് നോക്കാം. അത് ഇറ്റ്സ് നോട്ട് ദാറ്റ് ബിഗ് അല്ലെങ്കിൽ നോട്ട് ദാറ്റ് കൺസ്യൂമിങ്. നോൺ മോണിറ്ററി ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ട് ഒന്ന് സൂപ്പർവൈസറി ഫങ്ഷൻ. സൂപ്പർവൈസറി ഫങ്ഷൻ ഉദ്ദേശിക്കുന്നത് ഈ വന്നിട്ടുള്ള ബാങ്കിങ് ആക്ട് പ്രകാരം വഴി ബാങ്കുകളുടെ ലൈസൻസിങ്ങും അവരുടെ സൂപ്പർവിഷനും എല്ലാതും, എവറിത്തിങ് ഫ്രം ലൈസൻസിങ്, എസ്റ്റാബ്ലിഷിംഗ്, ബ്രാഞ്ച് എക്സ്പാൻഷൻ, ലിക്വിഡിറ്റി ഓഫ് അസറ്റ്സ്, മാനേജ്മെന്റ് മെത്തേഡ്സ്, അവരുടെ വർക്കിംഗ്, ബാങ്കുകൾ തമ്മിൽ അമാൽഗമേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ റീകൺസ്ട്രക്ഷൻ, ലിക്വിഡേഷൻ എല്ലാം തന്നെ ഫുൾ A to Z വരെ കാര്യങ്ങൾ RBI എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, ബാങ്കുകൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് RBI അറിഞ്ഞിരിക്കണം. ഓക്കെ, Now ഇതിനു വേണ്ടിയിട്ട് RBI they have the authority to inspect, surprise inspection ആവാം, periodical inspections ആവാം, documents request ചെയ്യാം ബാങ്കുകളുടെ കയ്യിൽ നിന്ന്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് they have a separate department of supervision. ഈ സൂപ്പർവിഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ബാങ്കിങ് ഓപ്പറേഷൻസും ഡെവലപ്മെന്റും എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. Now അതിനകത്ത് രണ്ടാമത്തെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊമോഷൻ ഫംഗ്ഷൻ, പ്രൊമോഷണൽ ഫംഗ്ഷൻസ് എന്നാണ് വരുന്നത്. പ്രൊമോഷണൽ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഡെവലപ്മെന്റൽ ഫംഗ്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന് ഗ്രാന്റിംഗ് റൂറൽ ക്രെഡിറ്റ്, ഇൻഡസ്ട്രിയൽ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക, ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊവൈഡ് ചെയ്യുക, അതിന് ഓർഗനൈസേഷൻസിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക. ഓക്കെ, ഓർഗനൈസേഷൻസിന് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഡയറക്ട്ലി ബിസിനസ്സിന് സപ്പോർട്ട് ചെയ്യല്ല, വേറെ ഓർഗനൈസേഷൻസ് വഴി സപ്പോർട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് മേജർ പ്രൊമോഷണൽ സ്റ്റെപ്സ് RBI എടുത്തത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ബിൽ മാർക്കറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, ബിൽ മാർക്കറ്റ് സ്കീം എസ്റ്റാബ്ലിഷ് ചെയ്യുക. 1952 അത് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേക്കിംഗ് അപ്പ് keen interest in establishing specialized institutions. നേരത്തെ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ഇങ്ങനത്തെ ഒരുപാട് ഓർഗനൈസേഷൻസ് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള നബാർഡ് പോലത്തെ ഓർഗനൈസേഷൻസ് നമ്മുടെ ഡെവലപ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഓർഗനൈസേഷൻസിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് RBI ആണ്.
Okay, then promoting RRBs, regional rural banks. Then National Housing Bank in July 1988, Export and Import Bank of India, അതിനെ പ്രൊമോട്ട് ചെയ്തു. Then promoting conduct of research in the field of banking. നിങ്ങൾ RBIയുടെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് റിസർച്ചുകൾ ഓൺഗോയിങ് റിസർച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അത് നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ, അതും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസും റിസർച്ച് സ്കോളേഴ്സുമാണ് അതിൻ്റെ പുറത്ത് വർക്ക് ചെയ്യുന്നത്. Why are they doing research? So that every single time പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ ടെക്നോളജികൾ, പുതിയ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയും അതിനെ. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് വഴി പുതിയ ഇൻസ്ട്രുമെൻസും പുതിയൊരു വേ ഓഫ് ഡൂയിങ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എടുക്കുന്നു. സോ ദീസ് ആർ ദി മേജർ ഫങ്ഷൻസ് ഓഫ് RBI. ഓക്കെ, hope you are clear on the content. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ you can leave your queries in the comment section. Okay, so thank you.